നമ്മൾ ഈ മൊഡ്യൂളിലുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് മിനിമം മോഡ് ആൻഡ് മാക്സിമം മോഡ് ഓപ്പറേഷൻ. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിലും ഡയഗ്രാംസ് ഒക്കെ വരുന്നുണ്ട്, പക്ഷേ ഒരു ഡയഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ഡയഗ്രാം പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് മിനിമം മോഡ് ആൻഡ് മാക്സിമം മോഡ് എന്ന് നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിനിമം മോഡ് ഓപ്പറേഷനിലാണെങ്കിൽ ഒരു പ്രൊസസ്സർ മാത്രമാണ് ഇൻവോൾവ് ആവുന്നത്. മാക്സിമം മോഡ് ഓപ്പറേഷൻ ആണെങ്കിൽ ഒന്ന് കൂടുതൽ പ്രൊസസ്സർ ആക്റ്റീവ് ആയിരിക്കും. അതാണ് മിനിമം മോഡും മാക്സിമം മോഡും തമ്മിലുള്ള ഡിഫറൻസ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി മിനിമം മോഡിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണ് വരുന്നത്, മിനിമം മോഡിൽ റീഡ് സൈക്കിൾ എങ്ങനെയാണ് വരുന്നത്, റൈറ്റ് സൈക്കിൾ എങ്ങനെയാണ് വരുന്നത്, മാക്സിമം മോഡിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്, അതിലെന്തൊക്കെ സർക്യൂട്ടാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, അതുകൂടാതെ മാക്സിമം മോഡിൻ്റെ ടൈമിംഗ് ഡയഗ്രാം, റീഡ് സൈക്കിളും റൈറ്റ് സൈക്കിളും. ഓക്കെ, ഇതാണ് ഇന്ന് പഠിക്കാനുള്ളത്. ഈ റീഡ് സൈക്കിള് റൈറ്റ് സൈക്കിളൊക്കെ ഞാൻ ബസ് ഓപ്പറേഷനിൽ ജസ്റ്റ് പറഞ്ഞു പോയത് ഇവിടെ ആവശ്യമായിട്ടുള്ളത് കൊണ്ടാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കാൻ പെട്ടെന്ന് പറ്റും. അതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ഇതാണ് മിനിമം മോഡിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. ഈ ഡയഗ്രാം കണ്ടിട്ട് പേടിക്കണ്ട. ഈ ഡയഗ്രത്തിൽ ഈ ബ്ലോക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിലെല്ലാ കാര്യങ്ങളൊന്നും വരക്കണം എന്നില്ല, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് പറയാം. ഇത് 8086 ആണ്. ഇതിലെല്ലാ പിന്നുകളും വരയ്ക്കണ്ട, നമുക്ക് ആവശ്യമുള്ള പിന്നുകൾ മാത്രം നമ്മളിവിടെ മെൻഷൻ ചെയ്താൽ മതി. പിന്നെ മൾട്ടിപ്ലക്സ് ഡിമക്സ് ആണ്, പിന്നെ ഒരു ലാച്ചസ് ആണ്, പിന്നെ ട്രാൻസീവേഴ്സ്. ഇത്രയും ബ്ലോക്കുകൾ നിങ്ങൾ വരയ്ക്കണം. ബാക്കിയുള്ള ഇത്രയും സാധനങ്ങളൊന്നും വരയ്ക്കണം നിർബന്ധവും ഇല്ല. ഓക്കെ, അതായത് ഈ ഒരു പിക്ചർ അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണ്. അതായത് ഇതേ പിക്ചർ തന്നെയാണ് ഇത്, പക്ഷേ കുറച്ച് കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊന്നും അവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ മിനിമം മോഡ് കാണിക്കാൻ വേണ്ടിയിട്ട് ആകെ 1 2 3 4 5 ഇത്രയും ബ്ലോക്കുകൾ മതി. ഇതേ 5 ബ്ലോക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ അവിടെ ഡിമക്സ് കൊടുത്തിട്ടില്ല. ഇതിൽ 8288 ലാച്ചിനെ തന്നെയാണ് നമ്മൾ 74372 ലാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകിൽ 8288 ലാച്ച് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 74373 ലാച്ച്. അത് ഓറാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് അഡ്രസ് ബസ് എന്ന് കാണിക്കാം, ഇതിൻ്റെ ഔട്ട്പുട്ട് ഡാറ്റാ ബസ് എന്നും കാണിക്കാം. ഓക്കെ, ഈ പിക്ചർ വരയ്ക്കണ്ട, ഈ പിക്ചർ തന്നെ വരച്ച് പഠിച്ചാൽ മതി. കാരണം ഇതേ സെയിം പിക്ചറാണ് മാക്സിമം മോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ചില ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഈ പിക്ചർ തന്നെ വരയ്ക്കുക. പക്ഷേ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വേണം നിർബന്ധമില്ല. പക്ഷെ ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട്, ലാച്ചസിൻ്റെ ഔട്ട്പുട്ടായിട്ട് അഡ്രസ്സ് കാണിക്കുക, ട്രാൻസീവേഴ്സിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഡാറ്റ കാണിക്കുക. ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ. ഓക്കെ, ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഡാറ്റ കാണിക്കുക, ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് അഡ്രസ് ബസ് കാണിക്കുക. ആ ഒരു ഡിഫറൻസ് മാത്രം ഇതിൽ നിങ്ങൾ മാറ്റം വരുത്തിയാൽ മതി. ബാക്കി ഇത്രയും പോർഷൻസ് നിങ്ങൾ വരയ്ക്കണം. ഇനി നിങ്ങൾ ലെക്ചർ നോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടോ. അപ്പം അത് വേറൊന്നും കൊണ്ടല്ല പറയുന്നത്. PPT-യിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻക്ലൂഡ് ചെയ്യില്ല. അതുകൂടാതെ നിങ്ങളെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളെക്കാട്ടും കൂടുതൽ ചിലപ്പോൾ ഞാൻ എവിടെന്നെങ്കിലുമൊക്കെ നോട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ടെക്സ്റ്റിൽ ചിലപ്പം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലൊക്കെ കാണാം. ആദ്യമായിട്ടൊരു വായിക്കുന്ന ഒരാൾക്കൊക്കെ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതാൻ നിങ്ങൾക്ക് പറ്റും. ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ടെക്സ്റ്റിൽ ഉണ്ടാവണമെന്നില്ല. മനസ്സിലാവുന്ന കാര്യങ്ങൾ പറ്റുവാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ഓരോ കാര്യങ്ങളെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. അതിന് മുന്നേ മിനിമം മോഡ് ഓപ്പറേഷനിൽ ഇവിടെ ഞാനൊരു ഇത് എഴുതിയിട്ടുണ്ട്. മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ്. മിനിമം മോഡ് ഓപ്പറേഷൻ ആണെങ്കിലും മാക്സിമം മോഡ് ഓപ്പറേഷൻ ആണെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് 8086 ചെയ്യുന്നത്? മെമ്മറിയിലോട്ട് റീഡ് ചെയ്യാം, മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാം, മെമ്മറിയിൽ നിന്ന് റൈറ്റ് ചെയ്യാം, മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യാം, ഇൻപുട്ട് റീഡ് ചെയ്യാം, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ടിലോട്ട് റൈറ്റ് ചെയ്യാം. ഇത്രയും ഓപ്പറേഷൻസ് ആണ് ഈ 8086 പെർഫോം ചെയ്യുന്നത്. റീഡും റൈറ്റും, അതായത് 8086ലോട്ട് റീഡ് ചെയ്യാം, 8086 റൈറ്റ് ചെയ്യാം. 8086ലോട്ട് റൈറ്റ് ചെയ്യാം, 8086 റീഡ് ചെയ്യാം. ഇത്രയും ഓപ്പറേഷൻസ് ആണ് നമുക്ക് പെർഫോം ചെയ്യാനുള്ളത്. ഓക്കെ, അത് മിനിമം മോഡിലാണെങ്കിൽ
ഒരു പ്രൊസസ്സർ ആയിരിക്കും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവുക. മാക്സിമം മോഡ് ആണെങ്കിൽ ഒന്ന് കൂടുതൽ പ്രൊസസ്സർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇതിൽ ഇവിടെ ഒരു ക്ലോക്ക് ജനറേറ്റർ ആണ് ഈ സർക്യൂട്ട്. ഈ ക്ലോക്ക് ജനറേറ്റർ സർക്യൂട്ട് എന്താണ് ചെയ്യുന്നതെന്നാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഓരോ സർക്യൂട്ടിനെ പറ്റിയിട്ടും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക മിനിമം മോഡ് ഓപ്പറേഷനിൽ. അതുകൂടാതെ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുക. ഇത്ര മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് ക്ലോക്ക് സർക്യൂട്ടാണ്. ഓക്കെ, ക്ലോക്ക് സർക്യൂട്ടാണ്. ക്ലോക്ക് ജനറേറ്റർ സർക്യൂട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8086ന് കുറച്ച് ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലോക്ക് ജനറേറ്റർ സർക്യൂട്ട് 8086ന് ആവശ്യമായ കുറച്ച് ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അത് ഏതൊക്കെ ഇൻപുട്ടാണ്? റെഡി സിഗ്നൽ, ക്ലോക്ക് സിഗ്നൽ, റീസെറ്റ് സിഗ്നൽ. ഓക്കെ, ഇത്രയും കൊടുക്കുന്നത് ആരാണ് 8086ന്? ക്ലോക്ക് ജനറേറ്റർ സർക്യൂട്ട് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ക്ലോക്ക് ജനറേറ്റർ സർക്യൂട്ട് ആണ് 8086ന് റെഡി സിഗ്നൽ, ക്ലോക്ക് സിഗ്നൽ, റീസെറ്റ് സിഗ്നൽ. ഇതൊക്കെ 8086ലെ പിന്നുകളല്ലേ? ഈ പിന്നുകൾ മൂന്നും കൊടുക്കുന്നത് ആരാണ്? ക്ലോക്ക് ജനറേറ്റർ സർക്യൂട്ട് ആണ് ഇത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ക്ലോക്ക് ജനറേറ്റർ സർക്യൂട്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത്ര മാത്രം എഴുതിയാൽ മതി. ക്ലോക്ക് ജനറേറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെഡി സിഗ്നൽ, റീസെറ്റ് സിഗ്നൽ, ക്ലോക്ക് സിഗ്നൽസ് 8086ന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ക്ലോക്ക് ജനറേറ്റർ സർക്യൂട്ടിന്റെ ഫംഗ്ഷൻ. ഓക്കെ, ഇത് നമ്മളെ 8086 ആണ്. 8086 മിനിമം മോഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എം എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, മാക്സിമം മോഡിലാണെങ്കിൽ MX 0 ആയിരിക്കും. ഓക്കെ, ഇത് ഡിപ്പെൻസ് ഓൺ മിനിമം മോഡ് ഓർ മാക്സിമം മോഡ്. ഇപ്പൊ നമ്മൾ മിനിമം മോഡിന്റെ കാര്യമാണ് പറയുന്നത് കൊണ്ട് ഇപ്പൊ ഈ സിഗ്നൽസ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. MN ഹൈ ആയിരിക്കും. ഓക്കെ, ഇനി 8086ൽ M/IO റീഡ് സിഗ്നൽ, റൈറ്റ് സിഗ്നൽ, ഈ മൂന്ന് സിഗ്നലും ആണ് DMUXന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. DMUXന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഇനി DMUXന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്ന സിഗ്നൽസ് എന്ന് പറയുന്നത് 4 സിഗ്നലാണ്. മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ്, ഇൻപുട്ട് റീഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ്. ഓക്കെ, ഇത് ഡിപ്പെൻസ് ഓൺ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഔട്ട്പുട്ട് വരിക? നിങ്ങൾക്ക് ഡീമൾട്ടിപ്ലക്സർ ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഡീമൾട്ടിപ്ലക്സറിന്റെ ഈ 3 ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് വന്നു? 4 ഔട്ട്പുട്ട് വന്നു. അതായത് ഇത് 2x4 DMUXന് ഇക്വലന്റ് ആണ്. മറ്റേത് കൺട്രോൾ സിഗ്നൽ ആണ്. M/IO എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നതാണ്. ഈ റീഡും റൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് 4 സിഗ്നൽ വന്നു. ഇതെന്താണ് ഈ 4 സിഗ്നൽ? റീഡ് സിഗ്നൽ, റൈറ്റ് സിഗ്നൽ. ഇവിടെ ഈ ഒരു ട്രൂത്ത് ടേബിൾ നോക്കിയേ. M/IO ഇവിടെ 1 ആണ്. അതായത് 1 എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മെമ്മറി ഓപ്പറേഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ പെർഫോം ചെയ്യുന്നത്. IO ആക്റ്റീവ് ലോ ആണ്, അതാണ് 0 വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ M ഹൈ ആയതുകൊണ്ട് തന്നെ 0 1 ആണെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? 0. ഇവിടെ ഏതാണ് ആക്റ്റീവ് ആയിട്ടുള്ള സിഗ്നൽ? റീഡ് ആണോ റൈറ്റ് ആണോ? റീഡ് ആണ്. കാരണം എന്താണ്? റീഡും ആക്റ്റീവ് ലോ ആണ്, റൈറ്റും ആക്റ്റീവ് ലോ ആണ്. ഇവിടെ 0 വന്നിരിക്കുന്നത് റീഡിനായതുകൊണ്ട് തന്നെ ഇവിടെ മെമ്മറി റീഡ് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. കാരണം മെമ്മറി ഹൈ ആണ്, അപ്പോൾ മെമ്മറി റീഡ് ഓപ്പറേഷൻ. ഇനി നെക്സ്റ്റ് അടുത്ത് എന്താണ്? 1 1 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്? മെമ്മറിയാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. അത് ഈ ഒരു പിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. മെമ്മറി റൈറ്റ് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? 0 ആണ് ഇവിടെ കൺട്രോൾ സിഗ്നൽ വന്നിരിക്കുന്നത്. 0 ആകുമ്പോൾ എന്താണ്? 0 1 ആകുമ്പോൾ എന്താണ്? ഇൻപുട്ട് റീഡ് ആണ്. 0 ആയതുകൊണ്ട് IO ഓപ്പറേഷൻസ് ആണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 1 0 ആയതുകൊണ്ട് എന്താണ്? റൈറ്റ് ആണ്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ്. ഈ സിഗ്നൽസിന് M/IO, റീഡ് ബാർ, റൈറ്റ് ബാറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സിഗ്നൽസ് വരുന്നത്. ഓക്കെ, ഇതിനനുസരിച്ച് ഈ 3 ഇൻപുട്ടിനനുസരിച്ചിട്ട് നമുക്ക് മെമ്മറി റീഡ് ആണോ, മെമ്മറി റൈറ്റ് ആണോ, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് ആണോ, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് ആണോ എന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഒരു സമയത്ത് ചിലപ്പോൾ മെമ്മറി റീഡ് ആയിരിക്കും, മെമ്മറി റൈറ്റ് ആയിരിക്കാം, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് ആയിരിക്കാം, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് ആയിരിക്കാം. ഓക്കെ, അത് ഡിപ്പെൻസ് ഓൺ ഈ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ DMUXന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 4 സിഗ്നൽ ആയിരിക്കും. അത് നമുക്ക് മെമ്മറി റീഡിന് യൂസ് ചെയ്യാം, മെമ്മറി റൈറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ്. ഓക്കെ, മെമ്മറി റീഡ് എന്ന് വെച്ചാൽ ഒന്നുമില്ല. 8086ലെ മെമ്മറിന്ന് റീഡിങ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. മെമ്മറി റൈറ്റ് എന്താണ്? 8086ലോട്ട് നമ്മൾ എന്തെങ്കിലും പെരിഫറൽസ് എന്നുള്ളയോ എവിടെയെങ്കിലും നിന്നുള്ള ഡാറ്റ മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യാം. ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് എന്താണ്? ഏതെങ്കിലും ഒരു പെരിഫറൽസ്, ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന്ന് ഡാറ്റ 8086 റീഡ് ചെയ്തെടുക്കുന്നതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ്. ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് എന്താണ്? ഏതെങ്കിലും ഒരു പെരിഫറൽസ് ഡിവൈസിലോട്ട് 8086 ഇൻഫർമേഷൻ റൈറ്റ് ചെയ്യുക, അതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ്. ഓക്കെ, 8086ഉം പെരിഫറൽസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഒരു അതർ ഡിവൈസ് കണക്ട് ചെയ്യുന്നു. ഇനി അടുത്തൊരു ബ്ലോക്ക് എന്ന് പറയുന്നത് 74 ലാച്ചസ് ആണ്. അങ്ങനെ
ഏതാണെന്ന് പറയണ്ട, ചിലതിൽ 8282 യൂസ് ചെയ്യുന്നുണ്ട്, ഇതിൽ 74372 ലാച്ചസ് ഉണ്ട്. ഈ ലാച്ചസിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അഡ്രസ് ആയിരിക്കും. ഓക്കെ, 8282 അഡ്രസ് ലാച്ചാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അഡ്രസ് ആയിരിക്കും. അഡ്രസ് മീൻസ് എന്താണ്? അതായത് അഡ്രസ് ഇൻഫോർമേഷൻ. നമുക്കിപ്പോൾ എന്താണ്, അഡ്രസ് ബസ് ഉണ്ട്, ഡാറ്റ ബസ് ഉണ്ട്. ഈ അഡ്രസ് ബാർ ഡാറ്റ മൾട്ടിപ്ലക്സ്ഡ് ബസ്സാണ്. ഓക്കെ, അഡ്രസ് ബാർ ഡാറ്റ മൾട്ടിപ്ലക്സ്ഡ് ബസ്സാണ്. ഒരു സമയത്ത് അത് അഡ്രസ് ബസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അടുത്ത സമയത്ത് നമുക്ക് ഡാറ്റ ബസ് ആയിട്ടാണ് അത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ അഡ്രസ് ലാച്ചിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഡ്രസ് ബാർ മൾട്ടിപ്ലക്സ്ഡ് ബസ്സിൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് അഡ്രസ് ആണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അഡ്രസ് ബാർ ഡാറ്റ ബസ്സിൽ ഇപ്പോൾ ഉള്ളത് അഡ്രസ് ബസ് ആണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, ഈ ലാച്ചസ് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലോക്ക് ജനറേറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലാച്ചസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദേ ആർ യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് ദ വാലിഡ് അഡ്രസ് ഫ്രം മൾട്ടിപ്ലക്സ്ഡ് അഡ്രസ് ബാർ ഡാറ്റ സിഗ്നൽ. ഓക്കെ, മൾട്ടിപ്ലക്സ്ഡ് അഡ്രസ് ബാർ ഡാറ്റ സിഗ്നൽസിന് എന്തിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? വാലിഡ് അഡ്രസ് ആണ്. അപ്പോൾ വാലിഡ് അഡ്രസ് ആണ് ഇപ്പോൾ അവിടെ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ലാച്ചസ് യൂസ് ചെയ്യുന്നത്. ട്രാൻസീവേഴ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ട്രാൻസീവേഴ്സിൻ്റെ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത് എന്താണ്? ഡാറ്റ ബസ് ആണ്. അതായത് അഡ്രസ് ബാർ ഡാറ്റ മൾട്ടിപ്ലക്സ്ഡ് ബസ്സിന് എന്ത് സെപ്പറേറ്റ് ചെയ്യുന്നു? ഡാറ്റ ബസ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഡാറ്റ ബസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് അതിൽ പെർട്ടിക്കുലർ ഡാറ്റ ആയിരിക്കും ഉണ്ടാവും, മറ്റേതിൽ എന്താണ്? അഡ്രസ് ഇൻഫോർമേഷൻ ആയിരിക്കും ഉണ്ടാവുക. കാരണം ഒരേ സെയിം സംഭവം തന്നെയാണ് അഡ്രസ് ബസ് ആയിട്ടും ഡാറ്റ ബസ് ആയിട്ടും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ലാച്ചസ് യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നേരത്തെ ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇനി ലാച്ചസിൻ്റെ ഫംഗ്ഷൻ അതാണ്, സെപ്പറേറ്റിംഗ് ദ വാലിഡ് അഡ്രസ് ഫ്രം മൾട്ടിപ്ലക്സ്ഡ് അഡ്രസ് ബാർ ഡാറ്റ സിഗ്നൽ. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ALE സിഗ്നൽസ് ആണ്. അതായത് അഡ്രസ് ലാച്ചിനെ കൺട്രോൾ ചെയ്തിരിക്കുന്നത് ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിഗ്നൽ അഡ്രസ് ALE സിഗ്നൽസ് ആണ്. അഡ്രസ് ലാച്ച് ഇനാബിൾ സിഗ്നൽസ് ആണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അഡ്രസ് ലാച്ച് ഇനാബിൾ സിഗ്നൽ ഹൈ ആണെങ്കിൽ എന്താ മീൻ ചെയ്യുന്നത്? ആ അഡ്രസ് ബാർ ഡാറ്റ ബസ്സിൽ എന്ത് ഇൻഫോർമേഷൻ ആണ് ഉള്ളത്? അഡ്രസ് ഇൻഫോർമേഷൻ ആണ് ഉള്ളത്, അഡ്രസ് ലാച്ച് ഇനാബിളിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിഗ്നൽസ് ALE സിഗ്നൽസ് ആണ്. അതുപോലെ ട്രാൻസീവേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിഗ്നൽസ് ഡാറ്റ ഇനാബിൾ സിഗ്നലാണ്. ഡാറ്റ ഇനാബിൾ സിഗ്നൽ ലോ ആകുമ്പോൾ എന്താണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആ ഒരു അഡ്രസ് ബാർ ഡാറ്റ ബസ്സിൽ എന്ത് ഇൻഫോർമേഷൻ ആണ് ഉള്ളത്? ഡാറ്റ ഇൻഫോർമേഷൻ ആണ് ഉള്ളത്. അതിന് വേണ്ടിയിട്ടാണ് DEN സിഗ്നൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് കൂടാതെ എന്താണ്? ഡാറ്റ ട്രാൻസ്ഫർ സിഗ്നൽസും ഉണ്ടാവും. ഡാറ്റ ട്രാൻസ്ഫർ സിഗ്നൽസും റിസീവർ സിഗ്നലും ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് സിഗ്നൽസും അതിൻ്റെ കൂടെ വരുന്നുണ്ട്, ട്രാൻസീവേഴ്സിൻ്റെ കൂടെ വരുന്നുണ്ട്. ലാച്ചസിൻ്റെ കൂടെ ALE സിഗ്നൽസ് ആണ് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ അഡ്രസ് ആകുമ്പോൾ എന്തൊക്കെ 20 ബിറ്റ് അഡ്രസ്സും വേണം. അപ്പോൾ A19 to A16 നമുക്ക് ഇവിടെ കാണിക്കാം, ഇതിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കണം. അതുകൂടാതെ AD0 to AD50 എന്ന് പറയുന്നത് അഡ്രസ് ലാച്ചിലേക്കും കൊടുക്കണം, എന്തിലേക്കും കൂടെ കൊടുക്കണം? ഈ ട്രാൻസീവേഴ്സിലും കൂടെ കൊടുക്കണം. കാരണം എന്താണ്? ഇത് കോമൺ ആയിട്ട് അഡ്രസ്സിന് വേണ്ടിയിട്ടും ഇത് കോമൺ ആയിട്ട് 16 ബിറ്റ് എന്ന് പറയുന്നത് 16 ബിറ്റ് യൂസ് ചെയ്യുന്നത് അഡ്രസ്സിന് കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, ഡാറ്റയ്ക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, AD0 to AD15 അഡ്രസ് ലാച്ചിലേക്കും കൊടുക്കുന്നുണ്ട്, AD0 to AD15 ഏതിലും കൊടുക്കുന്നുണ്ട്, ട്രാൻസീവേഴ്സിലും കൂടെ കൊടുക്കുന്നുണ്ട്. ബൈഹാർട്ട് പഠിക്കരുത്, മനസ്സിലാക്കിയിട്ട് മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്? ഒരു അഡ്രസ് ബസ് ആയിരിക്കും. ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത് ഒരു ഡാറ്റ ബസ് ആയിരിക്കും. ഇതിൻ്റെ ഇൻപുട്ടായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ALE സിഗ്നലും BHE സിഗ്നലും. BHE നമ്മൾ പഠിച്ചതാണ്, ഹയർ ഓർഡർ ബസ്, ലോവർ ഓർഡർ ബസ് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് BHE സിഗ്നൽസ്. BHE സിഗ്നൽ ആണെങ്കിൽ ഹയർ ഓർഡർ ബൈറ്റ് ആയിരിക്കും മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുക. അതുകൊണ്ട് ആ രണ്ട് സിഗ്നൽസും ഇവിടെ കൊടുക്കുക. അതുകൂടാതെ എന്താണ്? അഡ്രസ്സിൻ്റെ ഹയർ ബൈറ്റും ഇവിടെ കൊടുക്കുക. അഡ്രസ്സിൻ്റെ ലോവർ ബൈറ്റായ AD0 to AD15 ഈ അഡ്രസ് ലാച്ചിലേക്കും കൊടുക്കുക, ട്രാൻസീവേഴ്സിലേക്കും കൊടുക്കുക. ഓക്കെ, ഇനി ട്രാൻസീവേഴ്സിലേക്ക് ഡാറ്റ ഇനാബിൾ സിഗ്നൽസും നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. ഡാറ്റ ട്രാൻസ്ഫർ ഓർ റിസീവർ സിഗ്നൽസും ഇതിൻ്റെ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നു. ഔട്ട്പുട്ട് വരുന്നത് ഡാറ്റ ബസ്സും അഡ്രസ് ബസ്സും. അപ്പോൾ അഡ്രസ് ലാച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? അഡ്രസ് ബാർ മൾട്ടിപ്ലക്സ്ഡ് ബസ്സിൽ നിന്ന് അഡ്രസ് ഇൻഫോർമേഷൻ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ട്രാൻസീവേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? അഡ്രസ് ബാർ ഡാറ്റ മൾട്ടിപ്ലക്സ്ഡ് ബസ് നിന്ന് അഡ്രസ് ഇൻഫർമേഷൻ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാൻസീവേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോക്ക് ജനറേറ്റർ സർക്യൂട്ട് 8086 ആവശ്യമായ ക്ലോക്ക് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ക്ലോക്ക് റെഡി റീസെറ്റ് സിഗ്നൽസ് 8086 പ്രൊവൈഡ് ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞു. ഇനി അടുത്തത് ഡിമക്സിന്റെ കാര്യം പറഞ്ഞു. അതായത് മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ്, ഇൻപുട്ട് റീഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന്റെ റൈറ്റ് സിഗ്നൽ. ഇത്രയും ഇൻഫർമേഷൻസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിമക്സ് യൂസ് ചെയ്യുന്നത്. ഇത്രയും മാത്രം വരച്ചാൽ മതി. ബാക്കിയുള്ള ഇൻഫർമേഷൻ, ബാക്കിയുള്ള സംഭവങ്ങളൊന്നും വരയ്ക്കേണ്ട. ഈ സംഭവങ്ങളൊന്നും വരയ്ക്കേണ്ട. പക്ഷേ ഇതിന്റെ ഔട്ട്പുട്ടായിട്ട് അഡ്രസ് ബസ് കാണിക്കുക, ഇതിന്റെ ഔട്ട്പുട്ടായിട്ട് ഡാറ്റ ബസ് കാണിക്കുക. സെയിം കാര്യങ്ങൾ തന്നെയാണ് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ALE കൊടുത്തിട്ടുണ്ട്, DN കൊടുത്തിട്ടുണ്ട്, അഡ്രസ് ഇവിടെയും കാണിച്ചിരിക്കുന്നുണ്ട്, അഡ്രസ് ഇവിടെയും കാണിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള A16 ഇതിവിടെ കൊടുത്തിട്ടില്ല, അതിവിടെ വിട്ടുപോയതാണ്, അതും കൂടെ ഇവിടെ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മിനിമം മോഡ് ഓപ്പറേഷന്റെ പിക്ചർ വരയ്ക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഒരു ക്ലോക്ക് ജനറേറ്റർ സർക്യൂട്ട് ഉണ്ടായിരിക്കണം, 8086 ഉണ്ടായിരിക്കണം, ഡിമക്സ് ഉണ്ടായിരിക്കണം, ലാച്ചസ് ഉണ്ടായിരിക്കണം, ട്രാൻസീവേഴ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതിൽ ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇതാണ് സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, സെയിം കാര്യം. ട്രാൻസീവേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ രണ്ട് സിഗ്നൽസ് ഉണ്ട്, DN ഉം DT⁻R ഉം. സെയിം കാര്യങ്ങൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി അടുത്തത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മെമ്മറി റീഡ് ആണോ മെമ്മറി റൈറ്റ് സിഗ്നൽസ്. ഈ ഡിമക്സിന്റെ ഇൻപുട്ടായിട്ട് വരുന്ന കൺട്രോൾ സിഗ്നൽസ് മെമ്മറി ബാർ, M⁻, IO ബാറും, റീഡ് ബാറും റൈറ്റ് ബാറും ആണ്. അതിന്റെ ഔട്ട്പുട്ടായിട്ട് വരുന്ന കൺട്രോൾ സിഗ്നൽസ് മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കാരണം ഇത് വെച്ചിട്ടാണ് നമ്മൾ റീഡും റൈറ്റും ടൈമിംഗ് ഡയഗ്രം ഒക്കെ വരയ്ക്കാൻ ഈ ഒരു സിഗ്നൽസ് വേണം. അപ്പോൾ ഈ സിഗ്നൽസ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് മെമ്മറി റീഡ് സിഗ്നലും റൈറ്റ് സിഗ്നലും M⁻, IO ബാർ സിഗ്നൽസും യൂസ് ചെയ്യുന്നത്. ഈ 3 സിഗ്നൽ യൂസ് ചെയ്തിട്ട് 8086 ഈ 3 സിഗ്നൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 4 സിഗ്നൽസ് ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അത് ഡിമക്സിന്റെ ഫംഗ്ഷൻ അറിയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ട് സിഗ്നൽസും 2x4 ഡിമക്സ് ആണത്. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിഗ്നലാണ് M⁻, IO. ഓക്കെ, അതിന്റെ ഒരു ട്രൂത്ത് ടേബിൾ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനി മിനിമം മോഡ് ഓപ്പറേഷനിൽ മിനിമം മോഡിൽ രണ്ട് ഓപ്പറേഷൻസ് ആണ് വരുന്നത്. ടൈമിംഗ് റീഡ് സൈക്കിളും റൈറ്റ് സൈക്കിളും. ഓക്കെ, റീഡ് സൈക്കിളും റൈറ്റ് സൈക്കിളും. കാരണം എന്താണ്? മെമ്മറി റീഡ് ആവാം, മെമ്മറി ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് ആവാം, മെമ്മറി റൈറ്റ് ആവാം, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് ആവാം. ഈ രണ്ട് സൈക്കിൾസ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിൽ പിക്ചർ വരച്ചിട്ട് നമുക്ക് പറയാം. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. റീഡ് സിഗ്നൽസ്, റീഡ് ബസ് ഓപ്പറേഷനിൽ സിമ്പിളായിട്ട് മെമ്മറി റീഡും മെമ്മറി റൈറ്റും ഒരുമിച്ച് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിവിടെ നമുക്ക് ഒന്നും കൂടെ നോക്കാം. മെമ്മറി റീഡ് ടൈമിംഗ് ഡയഗ്രം ഇൻ മിനിമം മോഡ്. ഓക്കെ, ഇത് മെമ്മറി റീഡ് ആവാം. ചിലപ്പോൾ നിങ്ങളോട് എക്സാമിന് മെമ്മറി റീഡിന് പകരം ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് എന്ന് ചോദിക്കാം. അപ്പോൾ സെയിം സാധനം തന്നെയാണ് വരയ്ക്കേണ്ടത്, ഒറ്റ ഡിഫറൻസ് മാത്രമേ വരൂ. ഓക്കെ, ഇവിടെ ഒരു ഡിഫറൻസും ഇവിടെ എന്താണ് നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ട കാര്യമില്ല. ഇവിടെ ഒരു മെമ്മറിന്റെ സിഗ്നൽസ് ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ മെമ്മറി റീഡാണ് ചോദിച്ചതെങ്കിലും അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡാണ് ചോദിച്ചതെങ്കിലും സെയിം ടൈമിംഗ് ഡയഗ്രാം വരച്ചാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡാണല്ലോ ചോദിച്ചത്, ഞാൻ പഠിച്ചത് മെമ്മറി റീഡാണല്ലോ എന്ന് വിചാരിക്കേണ്ടത്. ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ആ ഡിഫറൻസ് വന്നിരിക്കുന്ന ക്ലോക്കിന് ഇവിടെ അവർ കാണിച്ചിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നത്. ഡിഫറൻസ് വരുന്ന ഒരു സിഗ്നൽ ഏതാണ്? M⁻, IO എന്ന് പറയുന്ന സിഗ്നൽസ് ആണ്. M⁻, IO ഇവിടെ കാണിച്ചിട്ടില്ല. ബാക്കി റീഡൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. റീഡ് സിഗ്നൽസ് തന്നെയാണ് രണ്ടിനും യൂസ് ചെയ്യുന്നത്. അതായത് മെമ്മറി റീഡിനും മെമ്മറി റൈറ്റിനും യൂസ് ചെയ്യുന്നത് സെയിം തന്നെ. ഓക്കെ, മെമ്മറി റീഡ് ടൈമിംഗ് ഡയഗ്രാം ഇൻ മിനിമം മോഡ്. നമ്മൾ പറഞ്ഞു ഒരു മെഷീൻ സൈക്കിളിന് 4 ക്ലോക്ക് സൈക്കിളാണ് ഉണ്ടാവുക. T1, T2, T3, T4. അതിനിടയിൽ ഒരു വെയിറ്റ് സൈക്കിൾ യൂസ് ചെയ്യാം. ഓക്കെ, T1 എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്? അഡ്രസ്, അതായത് അഡ്രസ് ഇൻഫർമേഷൻ എപ്പോഴാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ സമയത്തായിരിക്കും T1, അതായത് അഡ്രസ് ജനറേറ്റ് ചെയ്യുന്ന സമയത്താണ് T1 ആക്റ്റീവ് ആവുക. അത് ഞാൻ പറഞ്ഞു. T3യിലും T4യിലുമാണ് എന്ത് നടക്കുന്നത്? ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. ഒന്നുകിൽ റീഡ് അല്ലെങ്കിൽ റൈറ്റ് നടക്കുന്നത് T3യിലും T4യിലുമാണ്. T2 എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ഷൻ ചേഞ്ച് ആണ്. അഡ്രസ് ബസ് നിന്ന് ഡാറ്റ ബസ്സിലേക്കുള്ള ഒരു ഡയറക്ഷൻ ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് T2 ബസ് യൂസ് ചെയ്യുന്നത്. ആ സമയത്തായിരിക്കും റീഡ് സിഗ്നൽ ആക്റ്റീവ് ആവുന്നത് അല്ലെങ്കിൽ റൈറ്റ് സിഗ്നൽ ആക്റ്റീവ് ആവുന്നത്. അത് ശരിക്കും ഒരു ട്രൈ സ്റ്റേറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഇമ്പിഡൻസ് സ്റ്റേറ്റ് ആണ്. നിങ്ങൾ ഡിജിറ്റലിൽ ഹൈ ഇമ്പിഡൻസ് സ്റ്റേറ്റ് പഠിച്ചിട്ടുണ്ടാവും. അതായത് ഹൈ ഇമ്പിഡൻസ് സ്റ്റേറ്റിലാണ് ഒരു സിഗ്നൽ എങ്കിൽ
നമുക്കതിൽ എന്താണ് അതിൻ്റെ വാല്യൂ 1 ആണോ 0 ആണെന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല ഹൈ ഇമ്പിഡൻസ് സ്റ്റേറ്റ് ആണെങ്കിൽ. ഓക്കെ, ഒന്നുകിൽ ലോ ആവാം ഹൈ ആവാം, അതിങ്ങനെ ഒരു ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു നിങ്ങളിപ്പോൾ സോറി നിങ്ങൾ ഈ സംഭവങ്ങളൊക്കെ പഠിച്ച സമയത്ത് അതിൽ ചിലതിൽ 1001 നമുക്ക് കൊടുക്കും, ചിലതിൽ ഹൈ ഇമ്പിഡൻസ് സ്റ്റേറ്റ് എന്ന് കാണിക്കും. എന്താണ് ഈ ഹൈ ഇമ്പിഡൻസ് സ്റ്റേറ്റ്? അതായത് നമുക്ക് എന്താണ് അതിൻ്റെ ഒരു 0 ആണോ 1 ആണോ ഔട്ട്പുട്ട് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. അതാണ് ട്രൈ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഹൈ ഇമ്പിഡൻസ് സ്റ്റേറ്റ്. മൂന്നാമതൊരു സ്റ്റേറ്റ് ആണത് പറയുന്നത്. ഓക്കെ, ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ട്രൈ സ്റ്റേറ്റ് എന്ന് കാണാം. ഓക്കെ, അത് ഉദ്ദേശിക്കുന്നത് T2 ക്ലോക്ക് സൈക്കിളിലാണ് അത് ട്രൈ സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഒരു കറക്റ്റ് ഏതൊരു ഹൈയിലാണോ ലോയിലാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് T2 ഒരു ആക്ഷനും നടക്കാതെ. ഓക്കെ, T1 നടക്കുന്നത് അഡ്രസ് ഇൻഫോർമേഷൻ, അഡ്രസ്സിൻ്റെ ഒരു ജനറേഷനാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അഡ്രസ് ആണ് T1 ആക്റ്റീവ് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് T3 T4 ആണ് എന്ത് നടക്കുന്നത്? റീഡിങ് നടക്കുന്നത് അല്ലെങ്കിൽ റൈറ്റിംഗ് നടക്കുന്നത്. ഓപ്പറേഷൻ നടക്കുന്നത് T2 T3 ആണ്. ഓക്കെ, T3 T4 T2 നടക്കുന്നത് ഒരു ഡയറക്ഷൻ ചേഞ്ച് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ് ബസ് നമുക്ക് ഡാറ്റാ ബസ്സിലേക്കുള്ള ഒരു ഡയറക്ഷൻ ചേഞ്ച് ആണ് T3 T4 നടക്കുന്നത്. ഓക്കെ, അപ്പോൾ T2 ഡയറക്ഷൻ ചേഞ്ച് നടക്കുമ്പോൾ എന്തായിരിക്കണം? റീഡ് ഓർ റൈറ്റ് സിഗ്നൽ ആക്റ്റീവ് ആവുന്ന ഒരു സമയമാണത്. ഓക്കെ, ഇവിടെ T1 T2 T3 T4 വരച്ചിട്ടുണ്ട്, ക്ലോക്ക് വരച്ചിട്ടുണ്ട്. അപ്പോൾ ALE സിഗ്നൽ ആക്റ്റീവ് ആവുന്നത് ഈ ഒരു T1 അത് നമ്മൾ കണ്ടു. മിനിമം റീഡ് മോഡ് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അഡ്രസ് ബാർ സ്റ്റാറ്റസ് കാണിക്കണം. അത് ഞാൻ പറഞ്ഞു, അഡ്രസ് ബാർ സ്റ്റാറ്റസ് മൾട്ടിപ്ലക്സ്ഡ് ബസ് ഇവിടെ കാണിക്കണം. അപ്പോൾ എന്താണ്, അതിൻ്റെ ഹയർ ബൈറ്റ് മാത്രം നമ്മളിവിടെ ഈ അഡ്രസ് ബാർ ഇൻഫർമേഷൻ ആക്റ്റീവ് ആവുന്ന സമയത്ത് അതിൻ്റെ ഹയർ ബൈറ്റ് നമ്മൾ കാണിച്ചിരിക്കണം. ബാക്കിയുള്ളത് എന്താണ്, സ്റ്റേറ്റ് സിഗ്നലാണ്. അത് ഇവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. S3 to S7. ഓക്കെ, ഇനി അഡ്രസ് ബാർ ഡാറ്റ മൾട്ടിപ്ലക്സ്ഡ് ബസ്സിൽ ആ സമയത്ത് എന്തായിരിക്കും? ഈ ALE സിഗ്നൽ ആക്റ്റീവ് ആവുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? അഡ്രസ് ഇൻഫർമേഷൻ ആയിരിക്കും ഉണ്ടാവുക. A0 to A50 എന്ന് പറയുന്ന അഡ്രസ് ഇൻഫർമേഷൻ ആയിരിക്കും ഈ സമയത്ത് ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അത് കഴിഞ്ഞു. ഇനി അഡ്രസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ T3 T4 എന്ത് നടക്കുന്നത്? T3 T4 ആണ് ഡാറ്റ നടക്കുന്നത്. ഓക്കെ, ആ ഡാറ്റ ആ സമയത്ത് എന്തായിരിക്കും ആക്റ്റീവ് ആയിട്ടുണ്ടാവുക? ഡാറ്റ ബസ് D0 to D15 എന്തിനു വേണ്ടിയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ആ ബസ് അവൈലബിൾ ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ ഡാറ്റ കാണിച്ചിരിക്കുന്നത് T3 to T4. ഇത് കറക്റ്റ് അതുപോലെ വരക്കണം എന്നില്ല, ചിലപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വരയ്ക്കുക. അഡ്രസ് ലാച്ച് ഇൻഫർമേഷൻ ഇത് ALE ആക്റ്റീവ് ഹൈ ആയിരിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്ന എന്തൊക്കെയാണ്? അഡ്രസ് ഇൻഫർമേഷൻ, അഡ്രസ് ബാർ സ്റ്റാറ്റസ് മൾട്ടിപ്ലക്സ്ഡ് ബസ്സിലുള്ള ഹയർ ബൈറ്റും അഡ്രസ് ബാർ ഡാറ്റ ബസ്സിൽ A0 to A15 ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി റീഡിങ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? ഇപ്പോൾ അഡ്രസ്സ് കിട്ടി, അതായത് പെർട്ടിക്കുലർ മെമ്മറിൻ്റെ അഡ്രസ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ആ മെമ്മറിയിൽ നമുക്ക് ഇൻഫർമേഷൻ റീഡ് ചെയ്തെടുക്കണം. റീഡിങ് നടക്കുന്നത് ഓൾറെഡി പറഞ്ഞതാണ്. റീഡിങ് നടക്കുന്നത് എപ്പോഴാണ്? T2 T2 കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? റീഡ് സിഗ്നൽ ആക്റ്റീവ് ആവുന്നത്. റീഡ് സിഗ്നൽ ആക്റ്റീവ് ആവുന്നത് T2 ആക്ടിവേഷൻ നടക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ മുതൽ T4 വരെയാണ് എന്ത് ചെയ്യുന്നത്? ഈ T4 വരെ എന്ത് ചെയ്യും? റീഡിങ് ആണ് പോസിബിൾ ആവുന്നത്. റീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാറ്റാ ബസ്സിലുള്ള ഈ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമുക്ക് മെമ്മറിയിൽ നിന്നുള്ള ഡാറ്റ റീഡ് ചെയ്തെടുക്കാൻ പറ്റും. റീഡ് സിഗ്നൽ ലോ ആയതുകൊണ്ടാണ് ഇത് ലോ സമയത്ത് ആക്റ്റീവായിട്ട് കാണിക്കുന്നത്. റീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും അത് ആക്റ്റീവ് ഹൈയിലേക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആക്ടിവേഷൻ ലോ ആയി. ഇനി അടുത്തത് ഡാറ്റ ഇനാബിൾ സിഗ്നൽ. ഡാറ്റ ഇനാബിൾ സിഗ്നൽ എപ്പോഴാണ് ആക്റ്റീവ് ലോ ആവുന്നത്? അതായത് അത് ആക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്? റീഡ് ചെയ്യുന്ന സമയത്താണ്. ആ സമയത്ത് ഡാറ്റ ഇനാബിൾ സിഗ്നലും എന്താണ്? ലോ ആയിട്ട് വരും. ഡാറ്റ ഇനാബിൾ സിഗ്നലും ലോ ആയിട്ട് വരും. ഇനി ഇപ്പോൾ നമ്മൾ എന്ത് ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത്? റീഡ് ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. റീഡ് ഓപ്പറേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഡാറ്റ ട്രാൻസ്ഫർ ബാർ റീഡാണ്. ഓക്കെ, അപ്പോൾ റീഡ് എന്ന് പറയുന്ന സിഗ്നൽ ആ സമയം മുതൽ T1 സിഗ്നൽ മുതൽ എപ്പോഴാണോ അത് കഴിയുന്നത് ആ സമയം വരെ റീഡ് സിഗ്നൽ ലോ ആയിരിക്കും. ലോ മീൻസ് അത് ആക്റ്റീവ് ആയിരിക്കും. R ബാർ കാണിക്കുന്നത് ലോ ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് ആ സിഗ്നൽസിൻ്റെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ആ ടൈം എപ്പോഴാണ്? അതിൻ്റെ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയം എപ്പോഴാണ്? അത് ലോ ആയിരിക്കുമ്പോഴാണോ ഹൈ ആയിരിക്കുമ്പോഴാണോ? അത് ലോ ആയിരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇത് ലോ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, RD ബാർ വരുമ്പോൾ എല്ലാ സിഗ്നൽസിൻ്റെയും ആക്റ്റീവ് എന്ന് പറയുന്നത് അത് ലോ ആയിരിക്കുമ്പോഴാണ് അത് ആക്റ്റീവായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ചില സിഗ്നൽസ് ALE എപ്പോഴാണ് ആക്റ്റീവായി കാണിക്കുന്നത്? ഹൈ ആയിരിക്കുമ്പോഴാണ് അത് ആക്റ്റീവായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ബാർ വരുന്ന സിഗ്നലും ആക്റ്റീവ് ലോ എന്താണും ആക്റ്റീവ് ഹൈ എന്താണും എന്നുള്ളത് ആദ്യം പറഞ്ഞത്. ഇതാണ് റീഡ് സൈക്കിൾ, അതായത് മെമ്മറി റീഡ് സൈക്കിൾ. റീഡ് സിഗ്നൽസ് ആക്റ്റീവ് ലോ, അതായത് ആക്റ്റീവ് ആവുന്നത് റീഡിങ് ടൈമിലാണ്. അത് ആ സമയത്ത് ഡാറ്റ ഇനാബിൾ സിഗ്നലും ആക്റ്റീവ് ആയിരിക്കും. പിന്നെ റീഡ് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത് കൊണ്ട്
ആ റീഡ് സിഗ്നൽസ് കംപ്ലീറ്റ് ആ സമയം എപ്പോഴാണോ ആ ഓപ്പറേഷൻ റീഡ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് മുതൽ റീഡ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആവുന്നത് വരെ ഈ ഡാറ്റ ട്രാൻസ്ഫർ ബാർ റീഡ് സിഗ്നൽസ് റീഡിംഗ് ആണ് നടക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റീഡ് സിഗ്നൽസ്. ആർ ഡി ബാർ എന്താണ്? റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർ ഡി ബാർ സിഗ്നൽസ്. രണ്ടും രണ്ടാണ്. ആർ ഡി ബാർ എന്ന് വെച്ചാൽ റീഡിംഗ് ആണ് നടക്കുന്നത്, റീഡ് ചെയ്യാൻ വേണ്ടി ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർ ഡി ബാർ സിഗ്നൽ യൂസ് ചെയ്യുന്നത്. ഇത് റീഡിംഗ് ആണ് നടക്കുന്നത് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡി ടി ബാർ ആർ ബാർ. ഡാറ്റ ട്രാൻസ്ഫർ ആവാം അല്ലെങ്കിൽ എന്താണ് ആർ ബാർ ആയിരിക്കും. ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് റൈറ്റിംഗ് ആണ് അവിടെ കാണിക്കുന്നത്. ആർ ബാർ എന്ന് പറയുമ്പോൾ റീഡ്. ഓക്കെ, ഇതാണ് ടൈമിംഗ് ഡയഗ്രാം ഫോർ മിനിമം മോഡിന്റെ ടൈമിംഗ് ഡയഗ്രാം. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇനി അതുപോലെ മിനിമം മോഡിന്റെ റൈറ്റ് ഓപ്പറേഷൻ ഇവിടെ നിങ്ങൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇത് വരച്ചിട്ട് സ്വന്തം ലാംഗ്വേജിലാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇവർ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഇവിടെ കണ്ടോ, ഇവിടെ T2 സിഗ്നലിന്റെ സമയത്ത് ഒരു ട്രൈ സ്റ്റേജിന്റെ കാര്യമൊക്കെ അവർ പറയും. T2ന്റെ സമയത്ത് ഒരു ഫ്ലോട്ടിംഗ് സ്റ്റേറ്റിലേക്കൊക്കെയാണ് വരുന്നത്. അതായത് ട്രൈ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഹൈ ഇമ്പിഡൻസ് സ്റ്റേറ്റിലാണ് ഇത് ഉണ്ടാവുന്നത്. കാരണം T2ൽ ഒരു കാര്യവും നടക്കുന്നില്ല, ഒരു ചേഞ്ചിങ് ആണ് നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് T2 ക്ലോക്ക് സൈക്കിളിൽ ആ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇനി മെമ്മറി റൈറ്റ് ഓപ്പറേഷനിൽ എന്ത് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ? മെമ്മറിയിലോട്ടാണ് റൈറ്റ് ചെയ്യുന്നതിൽ ആദ്യം നമുക്ക് അഡ്രസ്സ് വേണം. ഏത് പെർട്ടിക്കുലർ ലൊക്കേഷനിലാണ് റൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ലൊക്കേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് മെമ്മറി റൈറ്റ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അഡ്രസ് ഇൻഫർമേഷൻ ആ സമയത്ത് ആക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ അഡ്രസ് ബാർ സ്റ്റാറ്റസ് ബസ്സും കാര്യങ്ങളും സെയിം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അഡ്രസ് ബാർ ഡാറ്റ ബസ്സിന്റെ കാര്യങ്ങളും എപ്പോഴാണത് അഡ്രസ് ബാർ ഡാറ്റ ബസ്സിൽ ഇൻഫർമേഷൻ ഈ സമയത്തായിരിക്കും അഡ്രസ് ബാർ ഡാറ്റ ബസ്സിൽ ഡാറ്റ അവൈലബിൾ ആയിരിക്കുക. ഈ സമയത്ത് അഡ്രസ് ആയിരിക്കും അവൈലബിൾ ആയിരിക്കുക. കാരണം ഈ സമയത്ത് ALE സിഗ്നൽസിന്റെ കാര്യങ്ങളാണ്, അതായത് അഡ്രസ്സിന്റെ കാര്യങ്ങളാണ് നടക്കുന്നത്. ഈ സമയത്താണ് ഡാറ്റേന്റെ കാര്യങ്ങൾ നടക്കുന്നത്. ആ സമയത്ത് ഡാറ്റ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇനി ഇത് മെമ്മറി റൈറ്റ് ആയതുകൊണ്ട് എന്താണ് റൈറ്റ് സിഗ്നൽ ആയിരിക്കും ആ സമയത്ത് ആക്റ്റീവ് ആയിട്ടുണ്ടാവുക, റീഡ് സിഗ്നൽ അല്ല. ഡാറ്റ ഇനേബിൾ സിഗ്നൽ ആയിരിക്കും, കാരണം ഡാറ്റ റീഡ് ചെയ്യല്ലേ, ഡാറ്റ ഇൻഫർമേഷൻ അല്ലേ വരുന്നത്. അപ്പോൾ ഡാറ്റ ഇനേബിൾ സിഗ്നൽ ലോ ആയിരിക്കും, അതായത് അതും ആക്റ്റീവ് ആവും ഈ സമയത്ത്, റൈറ്റ് സമയത്ത്. ഇവിടെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, റീഡിന്റെ സ്ഥലത്ത് റൈറ്റ് വന്നു. ഇനി DT ബാർ ആർ ബാർ, ഇവിടെ എന്ത് ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത്? ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാണ്. മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യല്ല ചെയ്യുന്നത്, മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യാണ്. അപ്പോൾ ട്രാൻസ്ഫർ ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ, അതായത് എപ്പോഴാണോ ആ റൈറ്റിംഗ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് മുതൽ അതെപ്പോഴാണോ എൻഡ് ചെയ്യുന്നത് അതുവരെ ഡാറ്റ ട്രാൻസ്ഫർ സിഗ്നൽ ഹൈ ആയിട്ടുണ്ടാവും. ഓക്കെ, നേരത്തെ റീഡ് ആയിരുന്നു ഹൈ, ഇത് ഡാറ്റ ട്രാൻസ്ഫർ സിഗ്നൽ ആ സമയത്ത് ആക്റ്റീവ് ഹൈ ആയിരിക്കും. ഇതാണ് മെമ്മറി മിനിമം മോഡിലെ റീഡ് ഓപ്പറേഷനും റൈറ്റ് ഓപ്പറേഷനും. അത് മെമ്മറി റീഡ് ചോദിച്ചു കഴിഞ്ഞാലും ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് ചോദിച്ചു കഴിഞ്ഞാലും സെയിം ഡയഗ്രാം തന്നെ വരച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് അത് കഴിഞ്ഞു. അതിൻ്റെ കൂടെ ഹോൾഡ് റെസ്പോൺസ് സീക്വൻസ്, അതായത് ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ലാസ്റ്റ് നമുക്ക് പറയാം, ഇതിനിടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫ്ലോ കിട്ടില്ല. ഇനി നമുക്ക് മാക്സിമം മോഡ് ഓപ്പറേഷനിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം പിക്ചറൊക്കെ തന്നെ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. മാക്സിമം മോഡ് ഓപ്പറേഷനിൽ എന്താ വരുന്നത്? ഒന്ന് കൂടുതൽ പ്രൊസസ്സർ ആക്റ്റീവ് ആയിരിക്കും, അതിന് വേണ്ടിയിട്ട് എക്സിക്യൂഷന് വേണ്ടി, പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്. ഇതിൽ ലാച്ചസ് യൂസ് ചെയ്യുന്നത് സെയിം പേർപ്പസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സെപ്പറേറ്റ് ചെയ്യാൻ അഡ്രസ് ബാർ ഡാറ്റാ ബസ് എന്ന് അഡ്രസ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഡാറ്റ ബഫർ, അതായത് സെയിം ട്രാൻസീവേഴ്സ് തന്നെയാണ് ഇവിടെ വരുന്നത്. അതും എന്ത് തന്നെയാണ്? ഇതിനു വേണ്ടിയിട്ടാണ് അഡ്രസ് ബാർ ഡാറ്റ മൾട്ടിപ്ലക്സ്ഡ് ബസ് എന്ന് ഡാറ്റാ ബസ്സിന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലോക്ക് സിഗ്നൽസ്, ക്ലോക്ക് ജനറേറ്റർ സെയിം പേർപ്പസ് ആണ്. റീസെറ്റും ക്ലോക്കും റെഡി സിഗ്നൽസും 8086-ന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു ഡിഫറൻസ് വരുന്നത് ഇവിടെ 8288 കൺട്രോളർ സർക്യൂട്ട് ഉണ്ട്. ഒരു കൺട്രോളർ സർക്യൂട്ട് ഇവിടെ അവൈലബിൾ ആണ്. നേരത്തേതിൽ ഈ കൺട്രോളർ സർക്യൂട്ട് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അവിടെ ഒരു മക്സ് മാത്രമായിരുന്നു, ഡിമക്സ് ആണ്. ഓക്കെ, ഈ കേസിൽ ഒരു കൺട്രോളർ സർക്യൂട്ട് വരുന്നുണ്ട്, 8288 കൺട്രോളർ സർക്യൂട്ട്, എക്സ്ട്രാ അഡീഷണലി ഉള്ള ഒരു കൺട്രോളർ സർക്യൂട്ട്. ഈ കൺട്രോളർ സർക്യൂട്ട് ആണ് ബാക്കി ഇതിനെയും ലാച്ചസിനെയും ട്രാൻസീവേഴ്സിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഈ കൺട്രോളർ സർക്യൂട്ട് ആണ് ലാച്ചസിനെയും ഈ ഡാറ്റ ബഫറിനെയും കൺട്രോൾ ചെയ്യുന്നത്. നേരത്തെ കേസിൽ ഈ ലാച്ചസിനെയും ട്രാൻസീവേഴ്സിനെയും കൺട്രോൾ ചെയ്തത് ആര് തന്നെയായിരുന്നു? 8086 തന്നെയാണ് കൺട്രോൾ ചെയ്തത്. പക്ഷേ മാക്സിമം മോഡിൽ ലാച്ചസിനെയും ഈ ഒരു ട്രാൻസീവേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നത് ഈ 8288 ബസ് കൺട്രോളറാണ്.
ഓക്കെ, അതായത് എല്ലാ കൺട്രോൾ സിഗ്നൽസും ജനറേറ്റ് ചെയ്യുന്നത് ആരാണ്? ഇതിനെ കൺട്രോൾ ചെയ്യുന്നതും ഇതിനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ സിഗ്നൽസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത് ആരാണ്? അതുപോലെ മെമ്മറി റീഡ് ചെയ്യാൻ ആവശ്യമായ മെമ്മറി റീഡ് സിഗ്നൽ, മെമ്മറി റൈറ്റ് സിഗ്നൽ, ഇൻപുട്ട് റീഡ് സിഗ്നൽസ്, ഇൻപുട്ട് റൈറ്റ് സിഗ്നൽ, ഇതൊക്കെ ജനറേറ്റ് ചെയ്യുന്നത് ആരാണ്? 8288 കൺട്രോളറാണ്. ഓക്കെ, ഇവിടെ ഈ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽസ് എന്ന് പറയുന്നത് S0, S1, S2 ആണ്. നമ്മൾ മാക്സിമം മോഡിൽ അവൈലബിൾ ആയിട്ടുള്ള പിന്നാണ് എന്ത്? S0, S1, S2. മിനിമം മോഡിൽ S0, S2, S1 ഉണ്ടായിരുന്നില്ല. മാക്സിമം മോഡിലും മിനിമം മോഡിലും സെപ്പറേറ്റ് പിന്നായിരുന്നില്ലേ ഉണ്ടായിരുന്നത്. അതായത് ഒരു 24 to 31 പിന്ന് സെപ്പറേറ്റ് ആയിരുന്നു. ഓക്കെ, ആ 21 to 34 പിന്നിലുള്ള മിനിമം മോഡിലാണെങ്കിൽ കുറച്ച് പിന്നുകൾ ആക്റ്റീവ് ആയിരിക്കും, മാക്സിമം മോഡിലാണെങ്കിൽ മിനിമം മോഡിലുള്ള പിന്നൊന്നും മാക്സിമം മോഡിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ബാക്കി കോമൺ ആയിട്ടുള്ള കുറേ പിന്നുകൾ ഉണ്ടായിരുന്നു. അതുപോലെ മാക്സിമം മോഡിൽ മാത്രമുള്ള പിന്നുകളാണ് S0, S1, S2 എന്ന് പറയുന്ന പിൻ. ഓക്കെ, ഈ S0, S1, S2 എന്ന് പറയുന്ന പിന്നാണ് 8288ന്റെ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഈ ഇൻപുട്ടാണ് 3 പിന്നുകൾ. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് കുറേ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്. മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ്, ഇൻപുട്ട് റീഡ്, ഇൻപുട്ട് റൈറ്റ്. ഓക്കെ, അത് കൂടാതെ ഈ സമയത്ത് MN ബാർ MX എന്ന് പറയുന്നത് ഏതായിരിക്കും? ലോ ആയിരിക്കും. കാരണം ഇത് മാക്സിമം മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ്? MXന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ സിഗ്നൽസ് എന്തായിരിക്കും? ലോ ആയിരിക്കും. ലോ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അത് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ പിക്ചറിൽ ഹൈ കാണിക്കാൻ വേണ്ടിയിട്ട് അതിനെ സപ്ലൈ ആയിട്ടാണ് കണക്ട് ചെയ്തിരുന്നത്. ഓക്കെ, VCC ആയിട്ടാണ് കണക്ട് ചെയ്തത്. ഇത് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത് ഇത് ലോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ലോയിലാണെങ്കിൽ ഇത് മാക്സിമം മോഡിലാണ് വർക്ക് ചെയ്യുക. ഓക്കെ, MX ബാർ ആണ്, അതുകൊണ്ട് ലോ ആണ്. ഇനി ഇതിൽ എങ്ങനെയാണ് ഈ കൺട്രോൾ സിഗ്നൽസിന്റെ വർക്ക്? ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 00 ആണെങ്കിൽ ഇൻറപ്റ്റ് അക്നോളജ്മെന്റ് ആണ്, 001 ആണെങ്കിൽ റീഡ് ചെയ്യാൻ, 010 ആണെങ്കിൽ റൈറ്റ് ചെയ്യാൻ, 011 ആണെങ്കിൽ സ്റ്റോപ്പ് ആണ്, ഹോൾട്ട് ആണ്, 100 ആണെങ്കിൽ കോഡ് ആക്സസിന് വേണ്ടിയിട്ടാണ്, 101 ആണെങ്കിൽ റീഡ് മെമ്മറി ആണ്, 110 ആണെങ്കിൽ റൈറ്റ് മെമ്മറി ആണ്, 11 ആണെങ്കിൽ അത് പാസീവ് മോഡിലാണ്. നമുക്കിപ്പോൾ എന്തൊക്കെ ഇത്രയും കൺട്രോൾ സിഗ്നൽസ് എന്ത് ജനറേറ്റ് ചെയ്യും? ഈ 3 കൺട്രോൾ സിഗ്നൽസ് വെച്ചിട്ട് നമുക്ക് 6 കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. 8 കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യും. ഇതിൽ നമ്മൾ 8നെ പറ്റിയൊന്നും നോക്കണ്ട. റീഡ്, റൈറ്റ്, മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ്, ഇൻപുട്ട് റീഡ്, ഇൻപുട്ട് റൈറ്റ്, ഇത്രയും സിഗ്നൽസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏത് സിഗ്നൽസ് വെച്ചിട്ടാണ് ഇത് ജനറേറ്റ് ചെയ്തത്? S0, S1, S2. നേരത്തെ ഏത് സിഗ്നൽസ് വെച്ചിട്ടാണ്? മെമ്മറി റീഡും RD ബാറും WR വെച്ചിട്ടാണ് ആ 4 സിഗ്നൽസ് ജനറേറ്റ് ചെയ്തത്. ഓക്കെ, ഇവിടെ 8288 ബസ് കൺട്രോളർ ആണ് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്. ആ കൺട്രോൾ സിഗ്നൽസ് എന്തൊക്കെയാണ്? MRDC, മെമ്മറി റീഡ് കൺട്രോൾ, മെമ്മറി റൈറ്റ് കൺട്രോൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് കൺട്രോൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് കൺട്രോൾ. ഇതിന്റെ ഫംഗ്ഷൻ റീഡിംഗ്, ഇതിന്റെ ഫംഗ്ഷൻ മെമ്മറി റൈറ്റ്, ഇതിന്റെ ഫംഗ്ഷൻ ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ്, ഇതിന്റെ ഫംഗ്ഷൻ ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ്. ഓക്കെ, അത് കൂടാതെ എക്സ്ട്രാ 2 കൺട്രോൾ സിഗ്നൽസും കൂടെ ഉണ്ട്, അത് പറഞ്ഞുതരാം. ഇനി ഇത്രയും കൺട്രോൾ സിഗ്നൽസ് കൂടാതെ അതുപോലെ ഇൻറപ്റ്റ്, അതായത് INTA സിഗ്നൽസ്, ഇൻറപ്റ്റ് അക്നോളജ്മെന്റ്, ഇൻറപ്റ്റിന്റെ കാര്യം കൂടെ ഇവിടെ പറഞ്ഞില്ലേ, ഇൻറപ്റ്റ് അക്നോളജ്മെന്റ്. അപ്പോൾ ആ സിഗ്നൽസും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ജനറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് കൂടാതെ ഈ 8288 ബസ് കൺട്രോളർ എന്തും കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നുണ്ട്. അതായത് എന്ത് ഫംഗ്ഷൻസും കൂടെ ഇത് ചെയ്യുന്നുണ്ട്? ALE സിഗ്നൽസ്, അതായത് ലാച്ചസിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്, ട്രാൻസീവേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ ALE സിഗ്നൽസ് ലാച്ചസിൽ കൊടുക്കുന്നത് ആരാണ്? 8288 കൺട്രോളർ ആണ്. ഓക്കെ, അതായത് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ സിഗ്നൽസ്, ലാച്ചസിന്റെ ഇൻപുട്ടായിട്ട് വരുന്ന കൺട്രോൾ സിഗ്നൽ ഏതാണ്? ALE ആയിരുന്നില്ലേ? അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാച്ചസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്രസ്, ആ ഇൻഫർമേഷൻ വരുന്നതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ALE സിഗ്നൽ ആണ് കൊടുത്തത്. നേരത്തെ മിനിമം മോഡിൽ അത് ആരായിരുന്നു പ്രൊവൈഡ് ചെയ്ത് കൊടുത്തത്? 8086 ആണ് കൊടുത്തത്. ഇപ്പോൾ അത് ഏതാണ് കൺട്രോൾ? ഏത് 8288 ബസ് കൺട്രോളർ ആണ് ആ സിഗ്നൽസ് എന്തിനു കൊടുക്കുന്നത്? ഈ ലാച്ചസിന് കൊടുക്കുന്നത്. അപ്പോൾ ALE സിഗ്നൽസ് ALE സിഗ്നൽസ് ആണ്. ALE സിഗ്നൽസ് വരുന്നത് 8288 ബസ് കൺട്രോളർ എന്നാണ്. അത് ഈ ലാച്ചസിലേക്ക് കൊടുത്തു. ഓക്കെ, അതുപോലെ DN സിഗ്നൽസ് ട്രാൻസീവേഴ്സിന് കൊടുക്കുന്നതും ആരാണ്? ഈ ബസ് കൺട്രോളർ ആണ്, 8288 ബസ് കൺട്രോളർ ആണ്. അതായത് 8288 കൺട്രോളർ സർക്യൂട്ട് ആണ് ഈ ലാച്ചസിനെയും കൺട്രോൾ ചെയ്യുന്നത്, ട്രാൻസീവേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നത്. നേരത്തെ ഈ സിഗ്നൽസ് ഒക്കെ ആരാ കൊടുത്തത്? 8086 ആണ് കൊടുത്തത്. പക്ഷെ ഇപ്പോൾ എന്താണ് കൊടുക്കുന്നത്? ആരാണ് കൊടുക്കുന്നത്? 8288 ബസ് കൺട്രോളർ സർക്യൂട്ട് ആണ്. അപ്പോൾ ALE സിഗ്നൽസിന്റെ ഫ്ലോ വരുന്നത് അല്ലെങ്കിൽ കണക്ഷൻ വരുന്നത് 8288 എന്നാണ്. അതുപോലെ DN നമ്മൾ ഇവിടെ കൊടുക്കണം. ഓക്കെ, അതിനുശേഷം AD0 to AD15 ലാച്ചസിനും കോമൺ ആയിട്ടുള്ളതാണ്,
ട്രാൻസീവേഴ്സിനും കോമൺ ആയിട്ടുള്ളതാണ്. പിന്നെ A90 to A16, A19 to A16 ലാച്ചസിന് മാത്രമേ കൊടുക്കണ്ടൂ, അതിവിടെ കാണിച്ചിട്ടില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മാക്സിമം മോഡിൽ പറയാനുള്ളത്. ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് അഡ്രസ്സ് കാണിക്കുക, ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് ഡാറ്റ കാണിക്കുക. ഓക്കെ, ഇതിൽ 8288 എന്ന് പറയുന്ന ബസ് കൺട്രോളർ സർക്യൂട്ട് ആണ് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. അത് കൂടാതെ ALE സിഗ്നൽസ് ലാച്ചസിന് കൊടുക്കുന്നതും ഡാറ്റ ഇനാബിൾ സിഗ്നൽസ് ട്രാൻസീവേഴ്സിന് കൊടുക്കുന്നതും 8288 കൺട്രോളർ ആണ്. അതായത് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? 8288 ആണ്. കൺട്രോളർ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ ട്രാൻസീവേഴ്സിനെയും ലാച്ചസിനെയും കൂടെ ആര് കൺട്രോൾ ചെയ്യുന്നുണ്ട്? 8288 ബസ് കൺട്രോളർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് മിനിമം മോഡും മാക്സിമം മോഡും തമ്മിൽ വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കൺട്രോളർ സർക്യൂട്ട് എക്സ്ട്രാ വരുന്നുണ്ട്. ആ കൺട്രോളർ സർക്യൂട്ട് ഒരുപാട് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ കൺട്രോൾ സിഗ്നൽസ് എന്ന് പറയുന്നത് മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ്, ഇൻപുട്ട് റീഡ്, ഇൻപുട്ട് റൈറ്റ്, ഇത്രയും കൺട്രോൾ സിഗ്നൽസും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ രണ്ട് ബ്ലോക്കിനെയും കൂടെ അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ലാച്ചസിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്, ട്രാൻസീവേഴ്സിനെയും അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൽ ഓരോ സിഗ്നൽസിന്റെ കാര്യമാണ് പറഞ്ഞത്. ALE നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളൊന്ന് ടെക്സ്റ്റിലെ കാര്യം ഞാൻ ഇത് കോപ്പി ചെയ്തിട്ടുള്ളൂ. മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ തന്നെ ലാംഗ്വേജിൽ എഴുതിയാൽ. മെമ്മറി റീഡ് സിഗ്നൽസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മെമ്മറി റൈറ്റ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇൻപുട്ട് റീഡ് ഇൻപുട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റിംഗ് ഓപ്പറേഷന് വേണ്ടിയിട്ടുമാണ്. അത് കൂടാതെ ഒരു എക്സ്ട്രാ 2 സിഗ്നൽസും കൂടെ അവൈലബിൾ ആണ്. അതായത് ഇവിടെ 4 കൺട്രോൾ സിഗ്നൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ കൂടെ എക്സ്ട്രാ 2 കൺട്രോൾ സിഗ്നൽസും കൂടെ ഉണ്ട്. ഇവിടെ IORCക്ക് മുന്നേ AIORC എന്ന് പറയുമ്പോൾ അഡ്വാൻസ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് കൺട്രോൾ സിഗ്നൽസ്. അതാണ് AI വരുമ്പോൾ അഡ്വാൻസ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് കൺട്രോൾ. ഇനി AIOWC ആണെങ്കിൽ അഡ്വാൻസ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് കൺട്രോൾ സിഗ്നൽ. ഇത് രണ്ടും എന്ത് ഫംഗ്ഷൻ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്? ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡും ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റും തന്നെയാണ് അത് ചെയ്യുന്നത്, ആ അഡ്വാൻസ്ഡ് സിഗ്നൽസും. ഓക്കെ, പക്ഷെ ഒറ്റ ഡിഫറൻസ് എന്ന് പറയുന്നത് അത് ആക്റ്റീവ് ആവുന്നത് ഒരു ക്ലോക്ക് പൾസ് മുന്നേ ആയിരിക്കും. ഓക്കെ, IORC ആക്റ്റീവ് ആവുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കും. അതായത് ഒരു ക്ലോക്ക് സൈക്കിളിന് മുന്നേ ഈ 2 സിഗ്നലും ആക്റ്റീവ് ആയിട്ടുണ്ടാവും. നമ്മൾ AIORC ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഒരു ക്ലോക്ക് പൾസ് മുന്നേ ആക്റ്റീവ് ആയി നിൽക്കുന്നുണ്ടാവും. ഓക്കെ, IORC ആണെങ്കിൽ ഒരു ക്ലോക്ക് പൾസ് കഴിഞ്ഞിട്ടായിരിക്കും. അത് ഇന്റേണലി ഉള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, നമ്മൾ പറയുമ്പോൾ എന്താണ്, രണ്ടും ഫംഗ്ഷൻ ചെയ്യുന്നത് എന്താണ്? AIORCയും IORCയും ചെയ്യുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡിംഗ് ഓപ്പറേഷൻ ആണ്. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡിംഗ് ഓപ്പറേഷൻ, പെരിഫറൽസ് നിന്ന് റീഡ് ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. AIOWCയും IOWCയും ചെയ്യുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് ആണ്, പെരിഫറൽസിലോട്ട് റൈറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് രണ്ടും ചെയ്യുന്നത്. പക്ഷെ ഒറ്റ ഡിഫറൻസ് എന്ന് പറയുന്നത് വരുമ്പോൾ അത് ഒരു ക്ലോക്ക് പൾസ് മുന്നേ ആക്റ്റീവ് ആവും. അത് ഇന്റേണലി മാത്രമുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ 6 കൺട്രോൾ സിഗ്നൽസ് ഉണ്ട്. MDRC, MWTC, IORC, IOWC കൂടാതെ AIORC, AIOWC. ഓക്കെ, ഇത്രയും കൺട്രോൾ സിഗ്നൽസ് ആണ് ഉള്ളത്. ഇതാണ് മാക്സിമം മോഡ് ഓപ്പറേഷൻസിലുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ബസ് കൺട്രോളർ സർക്യൂട്ട് ഉണ്ട് 8288, അതിന്റെ ഇമ്പോർട്ടൻസ് പറയാം. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഓരോ ക്ലോക്ക് ജനറേറ്ററിന്റെ കാര്യവും ലാച്ചസിന്റെ കാര്യവും ട്രാൻസീവേഴ്സിന്റെ കാര്യമൊക്കെ സെയിം ആണ്. ഇനി ഇത് നമ്മൾ ഓൾറെഡി മാക്സിമം മോഡിൽ പറഞ്ഞ പിക്ചർ തന്നെയാണ്, അതൊന്നും കൂടെ ഇവിടെ എടുത്തിട്ടു എന്നുള്ളൂ. ഇത് നിങ്ങളതായ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. ഓരോ സിഗ്നൽസിനെ പറ്റിയിട്ടും പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ എഴുതിയാൽ മതി. ജസ്റ്റ് ഒന്ന് ഇവിടെ അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടു എന്നുള്ളൂ. ഇനി അതുപോലെ ടൈമിംഗ് ഡയഗ്രാം മാക്സിമം മോഡിനുണ്ട്, ടൈമിംഗ് ഡയഗ്രാം മിനിമം മോഡിനുള്ളത് പോലെ തന്നെ. മെമ്മറി റീഡ് ടൈമിംഗ് ഡയഗ്രാം ഇൻ മാക്സിമം മോഡാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ സെയിം ആണ്. എവിടെ മാത്രമേ ഡിഫറൻസ് വരൂ? അഡ്രസ് സ്റ്റാറ്റസ് ബസിന്റെ കാര്യവും ഈ എന്താണ് അഡ്രസ് ബാർ ഡാറ്റ മൾട്ടിപ്ലക്സ്ഡ് ബസിന്റെ കാര്യവും അഡ്രസ് ബാർ സ്റ്റാറ്റസ് മൾട്ടിപ്ലക്സ്ഡ് ബസിന്റെ കാര്യവും ഒക്കെ സെയിം ആണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. റീഡ് ആണെങ്കിൽ DT ബാർ R ബാർ സിഗ്നൽസ് ലോ ആയിരിക്കും, ആ കാര്യവും പറഞ്ഞു. ഇവിടെ ഡാറ്റ ഇനേബിൾ സിഗ്നൽസ് ഹൈ ഡാറ്റ ഇനേബിൾ സിഗ്നൽസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, നേരത്തെ ഡാറ്റ ഇനേബിൾ സിഗ്നൽസ് എന്ന് പറയുന്നത് ലോ ആയിരുന്നു. പക്ഷേ എന്താണ് അതിന്റെ ആക്ടിവേഷൻ ഇവിടെ DN ബാർ ഇല്ല, DN ആണ്. ഇത് 8088 പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന DN ആണ്, ഡാറ്റ ഇനേബിൾ സിഗ്നൽസ്. അത് DEN ആണ്. അപ്പോൾ അത് ആക്ടിവേഷൻ കാണിക്കുന്നത് ഹൈയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു ഡിഫറൻസ് വന്നത്. ഓക്കെ, DN-ലാണത്
ആക്റ്റീവ് ഹൈ കാണിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആക്ടിവേഷൻ എന്ന് പറയുന്നത് ഹൈ ആണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്, DN ആയതുകൊണ്ട്, DN ബാർ അല്ല. ഓക്കെ, ഇനി ഇവിടെ എക്സ്ട്രാ ഒരു സാധനം വരുന്നത് S2 S3 S0 ആണ്. അതായത് ഒരു സ്റ്റേറ്റ് സിഗ്നൽസ് ഉണ്ടായിരുന്നില്ലേ, അതാണ് എന്ത് S0 S1 S2നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് വന്നത്, മെമ്മറി റീഡ് ആണോ മെമ്മറി റൈറ്റ് ആണോ ഇൻപുട്ട് റീഡ് ആണോ ഇൻപുട്ട് റൈറ്റ് ആണോ എന്നൊക്കെ കാണിക്കുന്നത് ഈ സിഗ്നൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു സിഗ്നൽസും കൂടെ എക്സ്ട്രാ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, എക്സ്ട്രാ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ആക്റ്റീവ് ആയിരിക്കുന്നത് അഡ്രസ് ലാച്ച് ഇനേബിൾ. അഡ്രസ് എപ്പോഴാണോ ആക്റ്റീവ് ആവുന്നത് ആ സമയത്തായിരിക്കും അത് ആക്റ്റീവ് ആവുന്നത്. ഈ സമയത്ത് അത് ഇനാക്റ്റീവ് ആയിരിക്കും. റീഡ് ചെയ്യുന്ന സമയത്ത് അത് ഇനാക്റ്റീവ് ആയിരിക്കും. കാരണം ആ സമയത്ത് നമുക്ക് മനസ്സിലായി എന്ത് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്, റീഡ് ആണോ റൈറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മനസ്സിലായി. അതിനുശേഷം അത് ഇനാക്റ്റീവായി മാറും. ഓക്കെ, ആക്ടിവേഷൻ ഒരു T2 സിഗ്നൽ T2 ക്ലോക്ക് പൾസ് വരെ അത് ആക്റ്റീവ് ആവും. ആക്ടിവേഷനിൽ നമുക്കത് മനസ്സിലാവും അത് എന്ത് ഓപ്പറേഷൻസ് ആണ്, റീഡ് ആണോ റൈറ്റ് ആണോ അല്ലെങ്കിൽ മെമ്മറി റീഡ് ആണോ മെമ്മറി റൈറ്റ് ആണോ എന്നൊക്കെ ഈ ഒരു 2 ക്ലോക്ക് പൾസിനാവുമ്പോഴേക്ക് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. T2 ആവുമ്പോഴേക്ക് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ഇനാക്റ്റീവായി മാറും. ഓക്കെ, അതാണ് ഇവിടെ ഒരു എക്സ്ട്രാ വന്നിരിക്കുന്ന ഒരു സിഗ്നൽ. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെമ്മറി റീഡ് ആണെങ്കിൽ ALEന്റെ കാര്യവും ഇതിന്റെ കാര്യവും ഒക്കെ സെയിം ആണ്. DTR ബാറിന്റെ കാര്യം സെയിം ആണ്. DNന്റെ കാര്യം അത് ആക്റ്റീവ് ഹൈ ആണ് ഇവിടെ കാണിക്കുന്നത്, അതുകൊണ്ട് അത് ആക്റ്റീവ് ഹൈ കാണിക്കണം. ഇനി ഒറ്റ ഡിഫറൻസ് എന്താണ്, മെമ്മറി റീഡ് ആണെങ്കിൽ MRDC മെമ്മറി റീഡ് കൺട്രോൾ സിഗ്നൽസ് ആണ് കൊടുക്കുക. റീഡ് കൺട്രോളും ലോ ആയതുകൊണ്ട് മെമ്മറി റീഡിങ് എപ്പോഴാണ്, T1 കഴിഞ്ഞിട്ട് T2 തുടങ്ങും കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ T1 കഴിഞ്ഞിട്ട് മാത്രമേ അതിൽ ആക്റ്റീവ് ലോയിലേക്ക് പോകുന്നത് കാണിക്കാൻ പറ്റും. അത് റീഡിംഗ് ആണ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് ആണെങ്കിൽ എന്ത് കൊടുത്താൽ മതി, IO എന്താ RC കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡായി. IO RC ഇവിടെ മെമ്മറി റീഡ് ആയതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് MRDC എന്നുള്ള സിഗ്നൽസ് നമ്മൾ കൊടുത്തു. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് ആണെങ്കിൽ എന്താണ്, IO RC കൊടുത്താൽ മതി. ഓക്കെ, ഇനി വേണമെങ്കിൽ IO RC അല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തും വെച്ച് മെൻഷൻ ചെയ്യാം, AIORC കൊടുക്കാം. അഡ്വാൻസ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് സിഗ്നൽസും ഇവിടെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇത് മെമ്മറി റീഡ് ആയതുകൊണ്ട് MRDC കൊടുത്തു. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് ആണെങ്കിൽ IORC കൊടുക്കാം, അല്ലെങ്കിൽ AIORCയും കൊടുക്കാം. ഓക്കെ, ഇനി മെമ്മറി റൈറ്റ് ടൈമിംഗ് ഡയഗ്രം ആണ്. മെമ്മറി റൈറ്റ് ടൈമിംഗ് ഡയഗ്രം ഇതിൽ റൈറ്റിംഗ് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ALEന്റെ കാര്യം അതുപോലെ നമ്മൾ പറഞ്ഞു, സ്റ്റേറ്റ് സിഗ്നൽസിന്റെ കാര്യവും പറഞ്ഞു. അഡ്രസ് ബാർ സ്റ്റാറ്റസിന്റെ ഇതുപോലെ തന്നെ വരക്കണമെന്നില്ല, നേരത്തെ നമ്മൾ മിനിമം മോഡിൽ വരച്ചില്ലേ അതേ ഒരു സിഗ്നൽസ് തന്നെ വരച്ചാൽ മതി. ഓക്കെ, ഇവിടെ ചെറിയ ഡിഫറൻസ് ഒക്കെ വരുന്നത് നിങ്ങൾ കാര്യമായി എടുക്കണ്ട. മറ്റേത് എന്താണോ പഠിച്ചത് ഒറ്റ സാധനം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തന്നെ വരച്ചാൽ മതി, ബാക്കി ഡിഫറൻസ് വരുന്ന കാര്യങ്ങൾ മാത്രം മാറ്റി കൊടുത്താൽ മതി. അതുപോലെ അഡ്രസ് ബാർ ഡാറ്റേന്റെ കാര്യവും നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ സിഗ്നൽസ് വരയ്ക്കുക. ഇവിടെ ഡാറ്റ R ബാർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡാറ്റ ട്രാൻസ്ഫർ ആണ്, മെമ്മറി റൈറ്റ് ആണ് ചെയ്യുന്നത്, മെമ്മറിയിലോട്ട് ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് DT ബാർ സിഗ്നൽസ് ആക്റ്റീവ് ഹൈ ആയിട്ടാണ്, കംപ്ലീറ്റ് ഹൈ ആയിട്ട് കാണിച്ചു. ഇവിടെ DN ബാർ ഇനേബിൾ സിഗ്നൽസ്, ഇവിടെ ഒരു ഡിഫറൻസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നേരത്തെ പറഞ്ഞത് വിട്ടുപോയതാണ്. DN ബാർ തന്നെയാണ് കേട്ടോ, അത് DN ബാർ ആണ്. ഇവിടെ അത് എന്താണ് അങ്ങനെ വന്നതെന്ന് മനസ്സിലായിട്ടില്ല. DN ബാർ സിഗ്നൽസ് തന്നെയാണ്, ഡാറ്റ ഇനേബിൾ സിഗ്നൽസ് തന്നെയാണ്. DN ബാർ ഇനേബിൾ ആയിട്ട് തന്നെയാണ് കാണിക്കേണ്ടത്. ആക്റ്റീവ് ലോ ആയിട്ട് തന്നെയാണ് കാണിക്കേണ്ടത്. അത് ജസ്റ്റ് ഒന്ന് മാറിപ്പോയതാണ്, അവിടെ ബാർ കാണാത്തതുകൊണ്ട് ആ സിഗ്നൽസിന്റെ ഒരു ഡിഫറൻസ് മാറി പറഞ്ഞു ഇതാണ്. ഓക്കെ, DN ബാർ സിഗ്നൽസ് തന്നെയാണ്, ഡാറ്റ ഇനേബിൾ ബാർ ആണ്, അത് മാറിപ്പോയതാണ്, അവരോട് മാറിപ്പോയതാണ്. ഈ സിഗ്നൽസിന്റെ കേസിലും ആ ഒരു ഡിഫറൻസ് വന്നത്. ഓക്കെ, രണ്ട് സ്ഥലത്തും DN ഇനേബിൾ ലോ ആണ്, ആക്റ്റീവ് ലോ ആണ്, എന്നോട് മാറിപ്പോയതാണ്. ഡാറ്റ ഇനേബിൾ സിഗ്നൽസ് തന്നെയാണ്, അതിനൊരു മാറ്റമില്ല. DN ബാർ സിഗ്നൽസ് തന്നെയാണ് അത്. 8086 DN ബാർ, അതായത് 8086 DN എന്ന് പറയുന്നത് ആക്റ്റീവ് ലോ ആണ്. അതെപ്പോഴും നിങ്ങൾ ആക്റ്റീവ് ലോ ആയിട്ട് തന്നെ വരക്കണം. ഇവിടെ അതായത് സിഗ്നൽസ് ജസ്റ്റ് മാറിപ്പോയതാണ്. ഓക്കെ, ഇനി ഇവിടെ മെമ്മറി റൈറ്റ് ആണ്. മെമ്മറി റൈറ്റ് ആവുമ്പോൾ എന്ത് സിഗ്നലാണ് യൂസ് ചെയ്യേണ്ടത്, MWTC മെമ്മറി റൈറ്റ് സിഗ്നൽസ് യൂസ് ചെയ്യാം. ഓക്കെ, മെമ്മറി റൈറ്റ് ആയതുകൊണ്ട് തന്നെ റൈറ്റ് ചെയ്യുന്ന സമയത്ത് അത് ആക്റ്റീവ് ലോ ആയിട്ട് കാണിച്ചു. മെമ്മറി റൈറ്റ് ചെയ്യുന്ന സമയത്ത് ആക്റ്റീവ് ലോ ആയിട്ട് കാണിച്ചു. ഇവിടെ എല്ലാ സിഗ്നൽസിന്റെയും പോസിബിലിറ്റീസ് അവർ എഴുതി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് മെമ്മറി റൈറ്റ് ആണെങ്കിൽ AWMC യൂസ് ചെയ്യാം. അഡ്വാൻസ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇതെല്ലാം പോസിബിലിറ്റീസും ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ മെമ്മറി റൈറ്റ് മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരു സിഗ്നൽസ് മാത്രം നിങ്ങൾ കാണിച്ചാലും മതി. MWTC ഇവിടെ കാണിച്ചതുപോലെ MRDCക്ക് പകരം എന്ത് കാണിച്ചാൽ മതി, MWDC കാണിച്ചാൽ മതി. ഇവിടെ എല്ലാത്തിന്റെയും അതൊന്ന് കാണിച്ചു തന്നുള്ളൂ. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് ആണെങ്കിൽ IOWC ആണ്,
ഇവിടെ മെമ്മറി റൈറ്റിന് പകരം IO റൈറ്റ് ആണെങ്കിൽ IOWC സിഗ്നൽസ് യൂസ് ചെയ്യാം. ഇവിടെ മെമ്മറി റൈറ്റ് ആയതുകൊണ്ട് MWTC സിഗ്നൽസ് ആണ് യൂസ് ചെയ്തത്. ഇനി നിങ്ങൾ അഡ്വാൻസ്ഡ് സിഗ്നൽസ് വേണമെങ്കിലും AMWC യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് കൺട്രോൾ സിഗ്നൽസും യൂസ് ചെയ്യാം. അത് ഏത് സിഗ്നൽസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ല ഇത് രണ്ടും ഓറാണ്, ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം മെമ്മറി റൈറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, മെമ്മറി റൈറ്റിന് വേണ്ടിയിട്ട് മെമ്മറി WTC യൂസ് ചെയ്യാൻ പറ്റും, IOWTC കൊടുക്കരുത്. ഇത് ഓറാണ്, അതായത് എന്താണ് മെമ്മറി റൈറ്റ് ആയതുകൊണ്ട് MWTC കൊടുക്കണം. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് ആണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ IOWC കൊടുക്കണം. ഓക്കെ, അത് നിങ്ങൾ അതിനനുസരിച്ച് ഈ സിഗ്നൽസ് മാത്രം മാറ്റം വരുത്തിയാൽ മതി. ഇത് രണ്ടും ആക്റ്റീവ് ലോ സിഗ്നൽസ് ആണ്. ഓക്കെ, ആക്റ്റീവ് എല്ലാം ആക്റ്റീവ് ലോ സിഗ്നൽസ് ആണ്. അപ്പോൾ എപ്പോഴാണോ അത് ആക്റ്റീവ് ആവുന്നത് ആ സമയത്ത് അത് ലോ ആയിട്ടാണ് കാണിക്കേണ്ടത്. ഇതാണ് മിനിമം മോഡും മാക്സിമം മോഡും. അപ്പോൾ മിനിമം മോഡ് ഓപ്പറേഷനിലുള്ള ക്ലോക്ക് ജനറേറ്റർ സർക്യൂട്ട്, ലാച്ചിൻ്റെ കാര്യം, ട്രാൻസീവേഴ്സിൻ്റെ കാര്യം പറയണം. അതുപോലെ ക്ലോക്ക് സിഗ്നൽസ് മിനിമം മോഡിൽ റീഡ് സൈക്കിൾ വരയ്ക്കുക, റൈറ്റ് സൈക്കിൾ വരയ്ക്കാം. മാക്സിമം മോഡിലുള്ള മാക്സിമം മോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ റീഡ് സൈക്കിൾ, അതിൻ്റെ റൈറ്റ് സൈക്കിൾ, ഏതെങ്കിലും ഒരു റീഡ് സൈക്കിളോ അല്ലെങ്കിൽ റൈറ്റ് സൈക്കിളോ പഠിച്ചാൽ മതി, ബാക്കി നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ എക്സ്ട്രാ വരുന്നത് മാക്സിമം മോഡിൻ്റെ കേസിൽ ഒരു 8288 എന്ന് പറയുന്ന ഒരു കൺട്രോളർ സർക്യൂട്ട് ഉണ്ട്. ആ കൺട്രോളർ സർക്യൂട്ടാണ് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്. അത് കൂടാതെ ട്രാൻസീവേഴ്സിനെയും ലാച്ചസിനെയും കൂടെ അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ALE സിഗ്നൽസ് ലാച്ചസിന് കൊടുക്കുന്നത് 8288 ആണ്. അതുപോലെ ഡാറ്റ എനാബിൾ സിഗ്നൽസ് ട്രാൻസീവേഴ്സിന് കൊടുക്കുന്നതും 8288 ആണ്. അപ്പോൾ ഇത് രണ്ടിനെയും കൺട്രോളും കൂടെ ആ കൺട്രോൾ സിഗ്നൽസ് കൺട്രോൾ ജനറേറ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഒരു ചെറിയൊരു ടോപ്പിക് ഉണ്ട്, ഹോൾഡ് റെസ്പോൺസ് സീക്വൻസ്. നമ്മൾ ഈ ഹോൾഡിൻ്റെ കേസ് ആദ്യമേ പഠിച്ചതാണ്. ഹോൾഡ് HLDA, ഹോൾഡും HLDA എന്ന് വെച്ചാൽ നമ്മളൊരു പെരിഫറൽസ്, അതായത് 8086 എന്ന് പറയുന്ന നമ്മുടെ മൾട്ടി പ്രോസസ്സറിലേക്ക് ഏതെങ്കിലും ഒരു പെരിഫറൽസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി വരുമ്പോൾ, അതായത് 8086ൻ്റെ ഇൻറ്റേർണൽ ഡാറ്റ ബസ്, അതായത് ഇൻറ്റേർണൽ ബസ് വേറെ ആരോ ചോദിച്ചിട്ട് വരുമ്പോൾ, വേറെ ഏതൊരു പെരിഫറൽ ചോദിച്ചിട്ട് വരുമ്പോഴാണ് എന്ത് സിഗ്നൽസ് ആക്റ്റീവ് ആവുക എന്ന് പറഞ്ഞത്, ഹോൾഡ് സിഗ്നൽസ് ആക്റ്റീവ് ആവുക, HOLD സിഗ്നൽസ് ആക്റ്റീവ് ആവുക. അപ്പോൾ HOLD പിന്നെ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ 8086ന് മനസ്സിലായി എന്ത്, ഏതോ ഒരു എക്സ്റ്റേണൽ പെരിഫറൽ ഡിവൈസ് നമ്മളെ ഇന്റേണൽ ബസ് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ HOLD സിഗ്നൽ ആക്റ്റീവ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഇനി നമ്മുടെ ഈ മൈക്രോ പ്രോസസ്സർ, ആ മൈക്രോ പ്രോസസ്സറിന്റെ ഇന്റേണൽ ബസിന്റെ കൺട്രോള് ആ വന്നിരിക്കുന്ന എക്സ്റ്റേണൽ പെരിഫറൽ ഡിവൈസിന് കൊടുക്കുവാണെങ്കിൽ ഒരു അക്നോളജ്മെന്റ് കൊടുക്കും. അതിനെയാണ് HLDA അക്നോളജ്മെന്റ് എന്ന് പറയുന്നത്. ഹോൾഡ് റെസ്പോൺസ് ആണത്, അതായത് HLDA ആണ്, ഹോൾഡ് റെസ്പോൺസ് സിഗ്നലാണ്. ഓക്കെ, HLDA സിഗ്നൽസ് ആക്റ്റീവ് ഹൈ ആയിട്ട് കൊടുക്കും. HLDA സിഗ്നൽ ആക്റ്റീവ് ഹൈ ആയാൽ മീനിങ് എന്താണ്, വന്നിരിക്കുന്ന പെരിഫറൽസിന് നമ്മളെ 8086ന്റെ ഡാറ്റ ബസ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ ഇനി 8086 കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, വന്നിരിക്കുന്ന എക്സ്റ്റേണൽ പെരിഫറൽ ഡിവൈസ് ആണ് നമ്മുടെ 8086ന്റെ ബസ്സസിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതായി മാസ്റ്റർ. ഇപ്പോൾ ഓപ്പറേഷൻസ് ഒക്കെ ആരുടെ കയ്യിലാണുള്ളത്, വന്നിരിക്കുന്ന പെരിഫറൽസിന്റെ കയ്യിലാണുള്ളത്. ഓക്കെ, പെരിഫറൽസ് ഒരു എക്സ്റ്റേണൽ ഡിവൈസ് 8086ന് കൺട്രോൾ വേണം എന്ന് പറഞ്ഞു വരുമ്പോൾ ഹോൾഡ് സിഗ്നൽ ആക്റ്റീവ് ആവും. അപ്പോൾ 8086ന് മനസ്സിലായി ആരോ ഒരാൾ നമ്മുടെ ഇന്റേണൽ ബസ്സിന് വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി 8086 ആ ഒരു കൺട്രോള് ആ പെരിഫറൽസിന് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് സിഗ്നൽസ് ആക്റ്റീവ് ആവും, HLDA സിഗ്നൽ ആക്റ്റീവ് ആവും. അതിന്റെ മീനിങ് എന്താണ്, ഇപ്പോൾ ആരാണ് നമ്മുടെ ഇന്റേണൽ ബസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വന്നിരിക്കുന്ന എക്സ്റ്റേണൽ പെരിഫറൽസ് ആണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വന്നിരിക്കുന്ന ആള് അയാളുടെ ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് അയാൾ നമ്മുടെ ഇന്റേണൽ ബസ്സിനെ റിലീസ് ചെയ്യുന്ന സമയത്ത് HOLD സിഗ്നൽസ് ലോ ആയിരിക്കും. അപ്പോൾ പെരിഫറൽസിന് നമ്മുടെ 8086ന് മനസ്സിലായി വന്ന ആള് നമ്മുടെ ഡാറ്റാ ബസ്സിനെ യൂസ് ചെയ്ത് കഴിഞ്ഞു, അവർക്ക് ഇനി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വേണ്ട. അപ്പോൾ ആ സമയത്ത് HLDA സിഗ്നൽസ് എന്ത് ചെയ്യണം, ഹോൾഡ് റെസ്പോൺസ് സിഗ്നൽസ് ലോ ആക്കി മാറ്റും. കാരണം ഇനി എന്ത് പറയണ്ട, 8086നെ ഇപ്പോൾ ആരും യൂസ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് HLDA സിഗ്നൽസ് ലോ ആക്കുന്നത്. രണ്ട് സിഗ്നൽസ് ആണുള്ളത്, ഹോൾഡും HLDA സിഗ്നലും. ഹോൾഡ് സിഗ്നൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ 8086ന് മനസ്സിലായി ആരോ ഒരാൾ ഒരു റിക്വസ്റ്റും കൊണ്ട് വന്നിട്ടുണ്ട്, അതാണ് HOLD സിഗ്നൽസ്.
ഇനി HLDA സിഗ്നൽസ് എന്താണ്? വന്ന ആൾക്ക് നമ്മൾ കൺട്രോൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, വന്ന ആൾക്ക് നമ്മുടെ കൺട്രോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ HLDA സിഗ്നൽസ് ആക്റ്റീവ് ഹൈ ആയിരിക്കും. ഓക്കെ. ഇനി വന്ന ആൾ എല്ലാ ഓപ്പറേഷനും പെർഫോം ചെയ്തിട്ട് അയാൾ തിരിച്ചു പോവുകയാണെങ്കിൽ, അതായത് അയാളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു പോവുകയാണെങ്കിൽ നമ്മളെ HOLD സിഗ്നൽസ് ലോ ആയി. ഓട്ടോമാറ്റിക്കലി എന്തും ആവും? HLDA സിഗ്നൽസും ലോ ആവും. ഇനി ഹോൾഡ് റെസ്പോൺസ് എപ്പോഴാണ് ആ പ്രൊസസ്സർ അതിനെ HOLD സിഗ്നൽ ഈസ് റിസീവ്ഡ് ബൈ ദ പ്രൊസസ്സർ ബിഫോർ T4 ഓഫ് ദ പ്രീവിയസ് ക്ലോക്ക് സൈക്കിൾ. രണ്ട് സമയത്ത് വേണമെങ്കിൽ ഈ പ്രൊസസ്സർ ഇത് റിസീവ് ചെയ്യാം. അതായത് T4 ഓഫ് ദ പ്രീവിയസ് ക്ലോക്ക് സൈക്കിൾ, അതായത് പ്രീവിയസ് ക്ലോക്ക് സൈക്കിളിന്റെ T4 സമയത്തും അല്ലെങ്കിൽ T1 സ്റ്റേറ്റ് ഓഫ് ദ കറണ്ട് സൈക്കിൾ, അതിൽ ഏതെങ്കിലും സമയത്തായിരിക്കും അതിനെ റിസീവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതൊന്നും നിങ്ങൾ അധികം നോക്കണ്ട, ഇത്രമാത്രം ആലോചിച്ചാൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഹോൾഡ് പിൻ ഓരോ സമയത്തും ഈ സിഗ്നൽസ് ഉണ്ടല്ലോ, ഈ ക്ലോക്ക് സിഗ്നൽസ് ഇങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ എന്താണ് ലോ ഹൈ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതിന്റെ ലീഡിങ് എഡ്ജിൽ, അതായത് ലീഡിങ് എഡ്ജിന്റെ സമയത്തൊക്കെ പ്രൊസസ്സർ ചെക്ക് ചെയ്യും ആരെങ്കിലും റിക്വസ്റ്റും കൊണ്ട് വന്നിട്ടുണ്ടോ എന്ന് പ്രൊസസ്സർ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും ഓരോ ലീഡിങ് എഡ്ജിലും. ഓക്കെ, HLDA ഹോൾഡ് പിന്നെ ഓരോ ലീഡിങ് എഡ്ജിലും, ആ ക്ലോക്ക് പൾസിന്റെ ഓരോ ലീഡിങ് എഡ്ജിലും എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ, ഹോൾഡ് സിഗ്നൽ വന്നിട്ടുണ്ടോ, അതായത് ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ പെരിഫറൽ ഡിവൈസ് നമ്മുടെ ഇന്റേണൽ ബസ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു ഇത് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഏത് ഇതിലാണ് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്? ലീഡിങ് എഡ്ജ്, ക്ലോക്ക് പൾസിന്റെ ലീഡിങ് എഡ്ജിലാണ് അത് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇനി ഹോൾഡ് സിഗ്നൽസ് ആക്റ്റീവായി, അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ ഒരാൾ ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഹോൾഡ് സിഗ്നൽസ് ആക്റ്റീവായി. ഇനി എന്താണ്? ഹോൾഡ് സിഗ്നൽസ് ആക്റ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ 8086 എന്ത് ചെയ്യും? കൺട്രോൾ കൊടുക്കുന്നത് നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിൾ മുതലാണ്. ഹോൾഡ് സിഗ്നൽ ആക്റ്റീവ് ആയതിനു ശേഷമുള്ള നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിൾ മുതൽ HLDA സിഗ്നൽസ് ആക്റ്റീവ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇന്റേണൽ ബസ് വേറെ ആരോ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ഈ സിഗ്നൽസ് ആക്റ്റീവ് ആയാൽ നമുക്ക് മനസ്സിലാവും. ഇനി ഹോൾഡ് സിഗ്നൽസ് ലോ ആവാൻ മീൻസ് എന്താണ്? ആ വന്നിരിക്കുന്ന ആള് അയാള് നമ്മുടെ ഇന്റേണൽ ബസ്സിനെ ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അക്നോളജ്മെന്റ് സിഗ്നൽസും തൊട്ടടുത്ത ക്ലോക്ക് സൈക്കിളോടുകൂടെ ലോ ആയി മാറും. ഇത് നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊന്നും കൂടെ നോക്കുക. ഹോൾഡും HLDA കാര്യവും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹോൾഡ് എപ്പോഴാണ്, HLDA സിഗ്നൽസിന്റെ കാര്യം. ഇത്രയേ ഉള്ളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ക്ലാസ്സസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് ലൂം എന്ന് വെച്ചുള്ള ഒരു ഇത് വെച്ചിട്ടാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് തരാം, അല്ലെങ്കിൽ ഞാൻ ഈ സാധനം എടുത്ത് യൂട്യൂബിൽ ഇടുന്നുണ്ട്. നിങ്ങളിനി ഇടയ്ക്ക് ചോദിക്കുമ്പോൾ